വേദിയിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ, നമ്മുടെ ഈ മട്ടന്നൂരിന്റെ പൗരാവലിയെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വന്ന് ഏത് പാർട്ടിയുടെ വിജയത്തിന് വേണ്ടിയാണോ ഈ മട്ടന്നൂരിന്റെ നഗരത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചത്, അതേ പാർട്ടിയുടെ സമർപ്പട്ടിയിൽ അവസാനത്തെ ആണിയുമടിച്ച് ഈ രാജ്യത്തിന്റെ സംഘപരിവാറിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്ന ഒരു പോരാട്ടങ്ങൾക്ക് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നാവായി കരുത്തായി ശക്തമായി മാറാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വക്താവായി ചുമതലയേറ്റെടുത്തതിന് കണ്ണൂർ ജില്ലയിൽ ആദ്യമായി ഒരു പൊതുപരിപാടിയുടെ കടന്നു വരുന്ന പ്രിയപ്പെട്ട ശ്രീ സന്ദീപ് വാര്യർ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ബഹുമാന്യനായ വിധായകൻ, ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് അതിശക്തമായ നേതൃത്വം നൽകുന്ന കേരളത്തിന്റെ ഏറ്റവും കരുത്തരായ DCC പ്രസിഡന്റുമാരിൽ ഒരാളായ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് കരുത്തോടെ നയിക്കുന്ന ഉദ്ഘാടകൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെല്ലാം തന്നെ വേദിയിലേക്ക് കടന്നു വന്നതിനാൽ കൃത്യസമയത്ത് പരിപാടി തുടങ്ങേണ്ടതുള്ളതിനാൽ പ്രിയമുള്ളവരെ അവർക്ക് വേണ്ടി പരിപാടി എന്റെ സത്യസരിതമുണ്ടെന്നുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഒരായിരം ഹൃദയാഭിവാദികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മൾ ഔപചാരികമായി ആരംഭിക്കുകയാണ്. നമുക്കറിയാം, 2018 ഫെബ്രുവരി 12 CPMന്റെ കൊലപാതകികൾ CPMന്റെ അച്ചാരം വാങ്ങിയിട്ട് ഇന്ന് എടയന്നൂരിന്റെ 6 അടി മണ്ണിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷുഹൈബിനെ അനുസ്മരിച്ചുകൊണ്ട് ഈ വരുന്ന ഫെബ്രുവരി 12 വീണ്ടും 7ാം രക്തസാക്ഷിത്വ ദിനം നമ്മൾ ആചരിക്കുകയാണ്. ഒരു ഷുഹൈബിനെ ഇല്ലാതാക്കിയാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് CPMന്റെ കൊടൂര രാഷ്ട്രീയം ഒരു ഷുഹൈബിനെ ഇല്ലാതാക്കിയപ്പോൾ ആയിരക്കണക്കിന് ഷുഹൈബുമാർ ഈ കേരള മണ്ണിൽ പിറവിയെടുത്തത് നിങ്ങളുടെ കൺമുന്നിലാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മട്ടന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 12 ഷുഹൈബ് രക്തസാക്ഷിത്വ ദിനത്തിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സ് നമ്മൾ ആരംഭിക്കുകയാണ്. എനിക്കറിയാം, നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഞങ്ങളുടെ ആരുടെയും പ്രസംഗത്തിന് വേണ്ടിയല്ല, സന്ദീപ് വാര്യർ എന്ന നമ്മുടെ ജനാധിപത്യ വിശ്വാസത്തിലേക്ക് വന്ന പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനാണ് നിങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത് എന്ന് ഉണർന്നുകൊണ്ട്, എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പരിപാടി ഔപചാരികമായി ആരംഭിക്കുകയാണ്. എങ്കിൽ അർപ്പിതമായ കർത്തവ്യം എന്ന് പറയുന്നത് ഈ പരിപാടിക്ക് സ്വാഗതം മോതുക എന്നുള്ളതാണ്. ഇന്ന് ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ, എത്രത്തോളം എന്ന് വെച്ചാൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തൊട്ട് ഇന്ന് ഈ സമയം വരെ പ്രിയ കൂട്ടുകാരൻ, സർവോപരി പൊതു രാഷ്ട്രീയത്തിൽ എന്നെന്നും തിളങ്ങി നിൽക്കുന്നവരുമായ പ്രിയപ്പെട്ട സഹപാഠിയും യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റും ക്വാപ്പ എന്ന ഒരു പ്രദേശത്ത് നിന്ന് ഇന്ന് ഈ ജില്ലയിലേക്ക് ഒരു വാർഡ് പ്രസിഡന്റായി, കൂടാതെ മണ്ഡലം പ്രസിഡന്റായി, ഇന്ന് മട്ടന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റായി നിൽക്കുന്ന പ്രിയപ്പെട്ട ജിതിൻ ക്വാപ്പ അവர்களാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കണ്ണൂരിന്റെ അമരക്കാരൻ, DCCയുടെ അമരക്കാരൻ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അവர்களാണ്. അദ്ദേഹത്തെയും ഏവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമുക്ക് ഓരോരുത്തരും കാതോർത്ത് നിൽക്കുന്ന അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് ഓരോ നിമിഷവും വീക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിച്ചു നിൽക്കുന്ന ഈ പരിപാടിയുടെ മുഖ്യപ്രഭാഷകൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയദർശിനി സോഷ്യൽ കൾച്ചറൽ ഫോറം പെർത്ത്, ഓസ്ട്രേലിയ, ആ സംഘടന നൽകുന്ന നമ്മുടെ ഈ ഒരു സ്കൂട്ടർ, അത് ഔദ്യോഗികമായി താക്കോൽദാനം നടത്തുന്നത് മട്ടന്നൂരിന്റെ പ്രിയപുത്രൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ ഉപാധ്യക്ഷൻ ഫർസൂൻ മജീദാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മിന്നും തിളങ്ങുന്ന
യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അവർകൾ യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം നൽകുകയാണ്. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന പ്രിയപ്പെട്ട രാഹുൽ വെച്ചോട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ റോബർട്ട് വെള്ളാമ്പള്ളി, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം നൽകുന്നു. DCC സെക്രട്ടറി പ്രിയപ്പെട്ട VR ഭാസ്കരേട്ടൻ, മട്ടന്നൂർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് മാവില അവർകൾ, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസ് കോളയാടി ബ്ലോക്ക് പ്രസിഡന്റ് കാഞ്ഞിരോളി രാഘവൻ മാസ്റ്റർ, അദ്ദേഹത്തെയും അതുപോലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ എടയന്നൂരിലെ പൊൻതാരകൻ ഷുഹൈബിന്റെ ഒപ്പം മുഹമ്മദ് ഖാൻ, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. DCC നേതാക്കളായ ജയകൃഷ്ണൻ, അതുപോലെ നമുക്ക് മുമ്പ് ഇവിടെ ഒരു പ്രസംഗം അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ടനായ റഷീദ്, അദ്ദേഹം അതുപോലെ തന്നെ റഷീദ് കവായി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ, ഭാരവാഹികൾ, അതുപോലെ തന്നെ KSU മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഹരികൃഷ്ണൻ കൊറോറ, KSU കണ്ണൂർ ജില്ലാ ഉപാധ്യക്ഷൻ ഹരികൃഷ്ണൻ പാളാട് തുടങ്ങി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 ദിവസങ്ങളായി ഉറക്കമൊഴിച്ച് മട്ടന്നൂരിൽ ഇങ്ങനെയുള്ള കൊടിത്തോരണങ്ങളൊക്കെ കെട്ടി നമ്മളെ സഹായിച്ച പ്രിയപ്പെട്ട എല്ലാവരെയും ഈ പരിപാടിക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജിതിൻ PK ആദരവോടെ ക്ഷണിച്ചു. ധീരശുഹൈബിന്റെ 7ാമത് രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി ധീരശുഹൈബ് പ്രതിദാനം ചെയ്ത മട്ടന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റവും കാലിക പ്രസക്തമായ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. പ്രിയങ്കരനായ ഉദ്ഘാടകൻ, നമുക്കറിയാം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഈ ജില്ലയിലുടനീളം നമുക്കിടയിൽ എല്ലാ കാര്യത്തിലും മുന്നിട്ട് വരുന്ന ആരാധനായ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, അതോടൊപ്പം വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്നും സ്നേഹത്തിന്റെ ഈ സ്നേഹകൂടാരത്തിലേക്ക് നിങ്ങളിൽ ഒരുവരായി കടന്നു വന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് സന്ദീപ് വാര്യർ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളെ, ഈ നാട്ടിലെ മട്ടന്നൂരിലെ ജനാധിപത്യ വിശ്വാസികളെ, സഹപ്രവർത്തകരെ, നമുക്കറിയാം നമ്മുടെ പ്രിയങ്കരനായ ഷുഹൈബിനെ 7 വർഷങ്ങൾ മുമ്പ് കമ്മ്യൂണിസ്റ്റ് കാപാലികർ അരിഞ്ഞു വീഴ്ത്തിയ ആ ഒരു കാലഘട്ടം, ഈ നാട്ടിൽ താൻ വിശ്വസിച്ച ഒരു പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു എന്ന കാരണത്താൽ തന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSUവിന്റെ വിദ്യാർത്ഥികൾ എടയന്നൂരിൽ ഒരു കൊടികാട്ടി എന്ന കാരണത്തിൽ CITയുടെ തെണ്ടുകൾ വന്ന് നമ്മുടെ KSUവിന്റെ കൊടി കളഞ്ഞപ്പോൾ അവിടെ ആരടാ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഞാനടാ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ വന്ന ധീരശുഹൈബിനെ CPM കാപാലികർ വെട്ടിക്കൊന്ന് ഇന്ന് 7 വർഷമാവുകയാണ്. നമുക്കറിയാം ഇവിടെ 7 വർഷമായിട്ടും ഈ നാട്ടിൽ ഷുഹൈബിനെ 1000 ഷുഹൈബിമാരുമായി ഷുഹൈബിന്റെ പ്രസ്ഥാനം അനുദിനം മുന്നോട്ട് അതിശക്തമായി കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഫാസിസം എന്ന് പറയുന്നത് ഇവിടെ നരേന്ദ്രമോദിയുടെ ഫാസിസത്തെ കുറിച്ച് CPM ബാബുരാജ് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം പാർട്ടി ഗ്രാമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും നക്കിക്കൊണ്ട് ഇവിടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് പാർട്ടി ഗ്രാമ സംസ്കാരം ഉണ്ടാക്കുന്ന CPM ആണ് ഏറ്റവും വലിയ ഫാസിസ്റ്റ് പാർട്ടി എന്ന് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഫാസിസ്റ്റ് ഭരണകൂടം 10 വർഷമായി ഈ രാജ്യത്തെയും അതുപോലെ ഈ സംസ്ഥാനത്തെയും ഭരിച്ച് ഫാസിസത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്ന ഈ 2 ഗവൺമെന്റുകളെയും, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ കേരളത്തിൽ നിന്ന് കുഴിച്ചു മൂടുവാനുള്ള ഒരു പ്രതിജ്ഞയുമായാണ് ഷുഹൈബിന്റെ ഈ ഒരു രക്തസാക്ഷിത്വ ദിനാചരണ സമയത്ത് ഓരോ യൂത്ത് കോൺഗ്രസുകാരനും UDFകാരനും മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം മട്ടന്നൂർ നിയോജക മണ്ഡലത്തിന് ഒരു ചരിത്രമുണ്ട്. CPMകാർ മാത്രം ജയിച്ചു വരുന്ന ഒരു നിയോജക മണ്ഡലം, എല്ലാ പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെ എല്ലാം CPM ഭരിച്ച് മുന്നോട്ട് പോകുന്ന ഈ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു യൂത്ത് കോൺഗ്രസുകാരൻ സദൈവം മുന്നോട്ട് വരുമ്പോൾ അവനെ ആശയപരമായി നേരിടാൻ സാധിക്കാത്ത ഈ ഇടതുപക്ഷക്കാരൻ ആയുധമേന്തുന്ന കാലഘട്ടം,
അത് അന്ന് അവസാനിച്ചില്ല. പിന്നെയും ഒരുപാട് വർഷങ്ങളായി കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാം, കഴിഞ്ഞ കാലത്ത് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കുമ്പോൾ ഇതേ ഇവിടെയുള്ള MLA ഇവിടെ ഒന്നും ചെയ്യാത്ത ശൈലജ ടീച്ചർ MLA വടകരയിൽ പോയി മത്സരിക്കുമ്പോൾ അവിടെയും ഫാസിസവുമായി ബോംബ് നിർമ്മിച്ചുകൊണ്ട് അവിടെ ബോംബ് നിർമ്മാണത്തിനിടയിൽ 2 CPMക്കാർ കൊല്ലപ്പെട്ട സാഹചര്യം നമുക്കറിയാം. ഇങ്ങനെ ഇവർ ഫാസിസത്തിന്റെ ആരാച്ചാരന്മാരായി, ഫാസിസത്തിന്റെ വക്താക്കളായി CPM മുന്നോട്ട് പോകുമ്പോൾ ഈ സംഘടനയെ, ഈ നശിച്ച പ്രസ്ഥാനത്തെ, ഷുഹൈബിന്റെ ജീവനെടുത്ത ഈ പ്രസ്ഥാനത്തെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മട്ടന്നൂരിൽ നിന്ന് തന്നെ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നിരവധിയായ നേതാക്കൾ ഇവിടെയുണ്ട്. നമുക്കറിയാം, ആനുകാലികമായി ഇവിടെ 2 ഭരണകൂടങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, 2 ഭരണകൂടങ്ങളുടെയും കെടുതികൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇവിടെയുള്ളത്. ഇവിടെ ഒരു MLA ഉണ്ട്, ഒരു കാര്യവും ചെയ്യാതെ മാലാകതമെന്ന് നടക്കുന്ന MLA, മലയാളി കുഞ്ഞനത്തിന് വേണ്ടി പോസ്റ്റിട്ട MLA. നമുക്കറിയാം, ഇവിടെ പ്രിയപ്പെട്ട ഷുഹൈബിന്റെ ഉപ്പ മുഹമ്മദൊക്കെയുണ്ട്. തന്റെ മണ്ഡലത്തിലെ ഒരു പൗരനായ വോട്ടറായ മുഹമ്മദൊക്കെയുടെ വീട്ടിൽ ഈ 7 വർഷമായിട്ടും ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഈ മാലാഖയ്ക്ക് പോകാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവർ എന്ത് ടീച്ചറമ്മയാണെന്ന് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ പരിശോധിക്കണം. കോവിഡ് കാലത്ത് അഴിമതി നടത്തിക്കൊണ്ട് ലോകായുക്ത അന്വേഷണം നേരിട്ടപ്പോൾ ലോകായുക്ത പറഞ്ഞു ഇവർ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന്. ഒടുവിൽ ലോകായുക്തക്ക് മൂക്കുകയർ നൽകി. ഇപ്പോൾ CAGയും പറയുന്നു ശൈലജ ടീച്ചർ 500 രൂപയുടെ PPE കിറ്റ് 1500 രൂപയ്ക്ക് മറച്ചു, ഇവിടെ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഇങ്ങനെയുള്ള ശൈലജ ടീച്ചർമാർ മാലാഖിയായി വന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് ഒരു ഭാഗത്ത് അഴിമതിയും മറുഭാഗത്ത് ജനാധിപത്യ ധ്വംസനവും നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അതിനെതിരെ വിരൽ ചൂണ്ടേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കാലിക പ്രസക്തമായ ഉത്തരവാദിത്തമാണ്. നമുക്കറിയാം, നരേന്ദ്രമോദിയുടെ ഭരണം അനുദിനം വലിയ വീരവാദത്തെ മുഴക്കി നരേന്ദ്രമോദി മുന്നോട്ട് പോയി. ഇന്ന് അമേരിക്കയിൽ നിന്ന് നമ്മുടെ ഇന്ത്യക്കാർ ബന്ദികളായി കൊണ്ടുവന്ന സാഹചര്യം. പണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് നിക്സൺ ഇന്ത്യയിലേക്ക് 7ാം കപ്പൽപ്പട അയക്കുമെന്ന് പറഞ്ഞപ്പോൾ 7ാം കപ്പൽപ്പട ഇന്ത്യയുടെ സമുദ്രാതിർത്തി കഴിഞ്ഞാൽ അത് തിരിച്ചു പോകണമോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ ധീരയായ ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രിയുള്ള ഒരു കസേരയിലാണ് ഭീരുവായ നരേന്ദ്രമോദി ഉള്ളതെന്ന് നമുക്കറിയാം. അങ്ങനെ ആ വെറുപ്പിന്റെ കൂടാരത്തിൽ 10-25 വർഷം നിന്ന് തിരിച്ചറിവിന്റെ ഭാഗമായി നമ്മുടെ ഇടയിൽ വന്ന സന്ദീപ് വാര്യർ, നമുക്കറിയാം, പലരും രാഷ്ട്രീയ രംഗത്ത് പല രീതിയിൽ അവസരങ്ങളുമായി മുന്നോട്ട് പോകാറുണ്ട്. എന്നാൽ സന്ദീപ് വാര്യർ വന്നിരിക്കുന്നത് നമ്മൾ വരുവനായാണ്, നിങ്ങൾ വരുവനായാണ്. ഇവിടെ പാർട്ടി ഗ്രാമങ്ങളിൽ ഞാൻ ഉൾപ്പെടെ നിങ്ങളുടെ പലരുടെയും അനുഭവത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ പാർലമെന്റിലല്ലാതെ നിങ്ങൾ വാർഡിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്തിലോ MLAക്കോ വോട്ട് ചെയ്ത് ജയിക്കാത്ത മട്ടന്നൂർ പോലെയുള്ള നിയോജക മണ്ഡലങ്ങളിലെ ഒരുപാട് കോൺഗ്രസുകാർ, UDFകാർ അവിടെ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിലേക്കാണ് പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ 10 വർഷമായി അധികാരമില്ലാത്ത ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് സന്ദീപ് വാര്യർ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ തിരിച്ചറിവിന് മട്ടന്നൂരിന്റെ ഏറ്റവും വലിയ അഭിവാദ്യം തന്നെ നമുക്ക് നേർന്നുകൊണ്ട് പ്രിയങ്കരനായ നേതാവിനെ നമുക്ക് വരവേൽക്കണം. നമുക്ക് ഈ നാട്ടിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. കൂടുതലായി കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങളെല്ലാവരും സന്ദീപ് വാര്യരുടെ വാക്കുകൾ കേൾക്കുവാൻ വന്നവരാണ്. ഒരു വർഷം കഴിയുമ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ UDF അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓരോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും അതുപോലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും കാണിക്കുന്ന ട്രെൻഡുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ധീരശരീരത്തിലെ കൊന്ന പല ആളുകൾ ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ഒക്കെ ഇങ്ങനെ വിരാജിക്കുമ്പോൾ നിന്നോടൊക്കെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നീയൊന്നും ഈ ലോകത്ത് സ്വസ്ഥമായി ഭരിക്കാൻ പോകുന്നില്ല. അവിടെ നിയമത്തിന്റെ ഇടനാടിയിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് നിന്നെയൊക്കെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പൊതുസമ്മേളനം, ഈ ഒരു ഫാസിസ്റ്റ് വിശ്വാസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആരാധനായ DCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ് അവരുടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഏറെ പ്രിയങ്കരനായ മട്ടന്നൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജിതിൻ ചോപ്പ,
ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഏറെ പ്രിയങ്കരനായ കോൺഗ്രസിന്റെ KPCCയുടെ വക്താവ് സന്ദീപ് വാര്യർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറിമാർ ശ്രീ VR ഭാസ്കരൻ, ശ്രീ ജയകൃഷ്ണൻ, പ്രിയപ്പെട്ട റഷീദ് കവ്വായി, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട രാഹുൽ, യൂത്ത് കോൺഗ്രസിന്റെ കർമ്മനിരതനായ ഈ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ഇവിടെ താക്കോൽ ദാന കർമ്മം നിർവഹിക്കുന്ന ഏറെ പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ഫർസിൽ മജീദ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് പ്രിയങ്കരനായ സുരേഷ് മാവില, മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് UDFന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ രവിവേട്ടൻ, മറ്റ് വേദിയിൽ ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട ഷമീർ റായിപ്പുഴ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കൊളയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് രാഘവൻ കാഞ്ഞിരോളി, സർവോപരി ഇവിടെയൊക്കെ പ്രിയങ്കരനായ നമ്മൾ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കൊച്ചു നമ്മുടെ സഹപ്രവർത്തകൻ സുഹൈബിന്റെ ഓർമ്മ മുന്നിലാണ്. സുഹൈബിന്റെ പ്രിയങ്കരനായ സുഹൈബിന്റെ ഉപ്പ മുഹമ്മദ് ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രിയങ്കരായ ഭാരവാഹികൾ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ശ്രീ സതീശൻ PP ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ, മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഇനി നിങ്ങളൊന്നും ഇതുവരെ കേൾക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് വാര്യരുടെ പ്രസംഗം നിങ്ങൾ കേൾക്കാനിരിക്കുകയും അതിനിടയിൽ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമായ ഒരു ദിനമാണ് ഈ മാസം 12-ാം തീയതി. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ, നമ്മളൊന്നും ആലോചിച്ച് നോക്കേണ്ടത്, സുഹൈബിന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ നടത്തുന്ന എല്ലാ പരിപാടികളുടെയും മുഖ്യ കേന്ദ്രമായി നമ്മളോടൊപ്പം നിന്നുകൊണ്ട്, നമ്മളിൽ ഒരുവനായി നിന്നുകൊണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടി പിടിച്ചുകൊണ്ട് മട്ടന്നൂരിന്റെയും ജില്ലയുടെയും പ്രാന്തപ്രദേശങ്ങളിൽ ഊർജ്ജസ്വലമായി ഇറങ്ങി നടന്നുകൊണ്ട് പാർട്ടിയെ വളർത്തിക്കൊണ്ട് സജ്ജമായി മുന്നോട്ട് പോകുമായിരുന്നു എന്നുള്ളത് നമ്മുടെ ഓർമ്മയിലൂടെ കടന്നുപോയി. പ്രിയമുള്ളവരെ, എന്തിനാണ് സുഹൈബിനെ കൊല ചെയ്തത് എന്നുള്ളത് ഇന്നും ഇവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. സുഹൈബിനെ നമുക്കെല്ലാവർക്കും അറിയാം. സുഹൈബ് അനാവശ്യമായി ഒരാളുടെയും വെക്കിട്ട് കയറാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരാളെയും ഉപദ്രവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരാളെയും പ്രയാസപ്പെടുത്താൻ പോകുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. KSU കാലഘട്ടം മുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തന രംഗത്ത് സാധാരണ ജനങ്ങളിൽ ഒരുവനായി നിന്നുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന, ദുരിതമനുഭവിക്കുന്നവരുടെ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പ്രയാസത്തിനും ദുഃഖത്തിനും ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തി. നമുക്കറിയാം, സുഹൈബിനെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും സുഹൈബുമായുള്ളത് ഒരു ആത്മബന്ധമാണ്, ഒരു സൗഹാർദ്ദ ബന്ധമാണ്. ഒരു സൗഹാർദ്ദ ബന്ധം നിലനിർത്തിക്കൊണ്ടുപോയി അതിനകത്ത് രാഷ്ട്രീയമില്ല. അതിനകത്ത് രാഷ്ട്രീയത്തിന് അതീതമായി എടയന്നൂരിലെയും മട്ടന്നൂരിലെയും കൂടാളിയിലെയും ഒക്കെ തന്നെ സഹപ്രവർത്തകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വം. എന്തിനു വേണ്ടി സുഹൈബിനെ കൊല ചെയ്തു എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാകാത്ത കാര്യം. മറ്റൊന്നുമില്ല, പ്രിയമുള്ളവരെ, സുഹൈബിന്റെ സംഘടനാ പ്രവർത്തനത്തിലൂടെ
സുഹൈബിന്റെ കാരുണ്യ പ്രവർത്തനത്തിലൂടെ സുഹൈബെ തിരിച്ചറിക്കുന്ന നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് സുഹൈബ് എന്ന ഒരു വ്യക്തിയെ കിരാതമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. ആ 12-ാം തീയതി മാത്രമല്ല, പല ദിവസങ്ങൾക്ക് മുമ്പും സുഹൈബിനെ എങ്ങനെ വളരെത്താമെന്നും സുഹൈബിനെ എങ്ങനെ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാമെന്നും സുഹൈബിന് കൂടെയുള്ള പ്രവർത്തകരെ എങ്ങനെ ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ള ആ തന്ത്രപരമായ ചർച്ചകൾ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ കാര്യങ്ങൾ മെനഞ്ഞെടുത്തുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് സാഹചര്യ തെളിവുകൾ വളരെ വ്യക്തമായി നമ്മുടെ മുന്നിലൂടെ വരച്ച് കാട്ടിത്തരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ നിന്നും രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം നിങ്ങളുടെ CBI അന്വേഷണത്തെ എതിർത്തു മുഹമ്മദും കുടുംബവും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹാജരായി കോടതിയിൽ അപേക്ഷ കൊടുത്തു. പക്ഷേ പ്രിയമുള്ളവരെ, അതിനെതിരെയുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു. CBI അന്വേഷണം ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു. ഇതുതന്നെയാണ് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കാര്യത്തിൽ ചെയ്തത്. അവിടെ CBI അന്വേഷണം പാടില്ലായെന്ന് പറഞ്ഞുകൊണ്ട് CBI അന്വേഷണത്തിന് ആവശ്യമില്ല, അന്വേഷണം നല്ല രീതിയിൽ നേരാദിശയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് CBI അന്വേഷണം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. പക്ഷേ കോടതിക്ക് യാഥാർത്ഥ്യം മനസ്സിലായി. കോടതി CBI അന്വേഷണം പ്രഖ്യാപിച്ചു. ഇവിടെയൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത് പ്രിയമുള്ളവരെ, സുഹൈബിന്റെ ആയാലും ശരത്ലാലിന്റെ കൃപേഷിന്റെ കേസായാലും CBI അന്വേഷണം ഇല്ലാതാക്കാൻ വേണ്ടി മുടക്കിയ പണം, ആ പണം എവിടുന്നാണ്, ആ പണം ആരുടേതാണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. നാട്ടിലെ ക്രിമിനലുകൾ, നാട്ടിലെ തെണ്ടിത്തരം നടത്തി നാട്ടിൽ നടക്കുന്നവർ, അവരെ സംരക്ഷിക്കാൻ, അവരെ രക്ഷപ്പെടുത്താൻ, അവരെ ജയിലിൽ നടക്കാൻ ആരുടെ പണമാണ് ഉപയോഗിക്കുന്നത്? കോടതിയിൽ, ഹൈക്കോടതി, സുപ്രീം കോടതിയിലെ വലിയ വലിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഇവരെ ഈ കള്ളന്മാരെ രക്ഷപ്പെടുത്താൻ, ഈ ക്രിമിനലുകളെ രക്ഷപ്പെടുത്താൻ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണമാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. സുഹൈബിന്റെ ഉപ്പ കൊടുക്കുന്ന, മുഹമ്മദ് കൊടുക്കുന്ന നികുതി പണമാണ്. ശരത്ലാലിന്റെയും കൃപേഷിന്റെയും അച്ഛൻ കൊടുക്കുന്ന നികുതി പണമാണ്. ആ പണം ഉപയോഗിച്ചുകൊണ്ടല്ലേ ഈ ക്രിമിനലുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അല്ലാതെ പ്രിയമുള്ളവരെ, പിണറായി വിജയന്റെയോ MP ഗോവിന്ദൻ മാഷോ തറവാട്ട് വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് കൊടുക്കുന്ന പണമല്ല. നാണംകെട്ട ഒരു രാഷ്ട്രീയം. ഇതെവിടെ ചെന്ന് നിൽക്കും? ആരെ സഹായിക്കാനാൻ വേണ്ടിയാണ്? ഇത്തരത്തെ ക്രിമിനലുകളെ വളർത്തിവിട്ടാൽ പ്രിയമുള്ളവരെ, ഈ നാട് അങ്ങോട്ട് പോകും. നമ്മൾ പരിശോധിക്കണം. നിങ്ങളുടെ സംസ്ഥാനത്ത് എത്ര KSUക്കാരെ, യൂത്ത് കോൺഗ്രസുകാരെ, കോൺഗ്രസുകാരെ എത്ര പേരെ നിങ്ങൾ കൊല ചെയ്തിട്ടുണ്ട്? എന്നിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ സാധിച്ചത്? നിങ്ങൾ പശ്ചിമ ബംഗാളിൽ നിങ്ങൾ ഒരുപാട് കോൺഗ്രസുകാരെ കൊല ചെയ്തില്ലേ? 30-35 വർഷക്കാലം പശ്ചിമ ബംഗാളിൽ ഭരണത്തിൽ ഇരുന്നുകൊണ്ട് നിരവധി കോൺഗ്രസുകാരെ കൊല ചെയ്തില്ലേ നിങ്ങൾ? എന്നിട്ട് ഇപ്പോൾ പ്രിയമുള്ളവരെ, അവിടെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ സാഹചര്യം? നിങ്ങളുടെ ഓഫീസുകൾ വീട്ടിലെ നടക്കുന്നത്. നിങ്ങളുടെ അവിടെയുള്ള CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാർ, ബ്ലോക്ക് ഏരിയ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ കണ്ണൂർ ജില്ലയിലാണ്. എന്താ പണി? ഇവിടെ പൊറോട്ട അടിക്കുന്ന പണിയല്ല ഇപ്പോൾ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിയും നിങ്ങളുടെ ഏരിയ സെക്രട്ടറിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? നിങ്ങൾ പരിശോധിക്കണം. ആശയപരമായ രാഷ്ട്രീയം, ആശയപരമായ രാഷ്ട്രീയത്തിന് പകരം അക്രമ രാഷ്ട്രീയം നടത്തി ഈ സംസ്ഥാനത്ത് നിലനിൽക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് തന്നെ ഇവിടെ സംഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സുഹൈബിന്റെ പ്രതികളെ രക്ഷപ്പെടുമോ? രക്ഷപ്പെടാൻ നമ്മൾ സമ്മതിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സുഹൈബിന്റെ പ്രതികൾ, സുഹൈബിനെ കൊന്ന അതിലെ പ്രതികൾ രക്ഷപ്പെട്ടാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവ് എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ പരിശോധിക്കണം. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു തെറ്റും ചെയ്യാതെ നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു കാരണം കൊണ്ട് കൊല ചെയ്യപ്പെട്ട ആ വ്യക്തിയുടെ കൊലപാതകങ്ങളെ
അതിനൊരു സംശയമില്ല. അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അവരൊന്നും എവിടെയും ഉല്ലസിക്കാൻ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ഗവൺമെന്റ് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ എന്താണ് ഇവിടെ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുമോ? ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി സ്ത്രീകൾക്ക് മാന്യമായ ഒരു കേസ് പരാതി കൊടുക്കാൻ സാധിക്കുമോ? അതിനുപോലും സാധിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നു. ഇവിടെ യുവാക്കളെ മയക്കുമരുന്നിന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇഷ്ടംപോലെ യഥേഷ്ടം മയക്കുമരുന്നും അതുപോലെ തന്നെ മദ്യവും ഒഴുകുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് വന്നിരിക്കുന്നു. ഇവിടെ പുതിയ മദ്യശാലകൾ തുടങ്ങുന്നു. അതിനെക്കുറിച്ച് പ്രിയപ്പെട്ട ആ സ്ഥലത്തിന്റെ പാലക്കാടിന്റെ കണ്ണിലൂടെയായിട്ടുള്ള പ്രിയപ്പെട്ട ചന്ദ്രകുമാരിയോട് സംസാരിക്കും എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. മദ്യവും മയക്കുമരുന്നും ഒഴുകുകയാണ്. ഇവിടെ ചെറുപ്പക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? മയക്കുമരുന്നുകൊണ്ട് പിടിക്കപ്പെടുന്നവരെ കൃത്യമായി ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തില്ല. എംഎൽഎയുടെ മകനെ വരെ അറസ്റ്റ് ചെയ്യുന്നു മദ്യവും മയക്കുമരുന്നും കഞ്ചാവുമായിട്ട്. അപ്പോൾ ഇവിടുത്തെ മന്ത്രി പറയുന്നതാണ് അല്പസ്വല്പം മദ്യം കഴിക്കുന്നതുകൊണ്ടും അല്പസ്വല്പം കഞ്ചാവ് കഴിക്കുന്നതുകൊണ്ടും ലഹരി സാധനങ്ങൾ കഴിക്കുന്നതുകൊണ്ടും ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന ഒരു സാംസ്കാരിക മന്ത്രിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉള്ളത് എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനം എങ്ങോട്ടാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഇതിനുള്ള സാഹചര്യം ആരാണ് ഒരുക്കി കൊടുക്കുന്നത്? ഇവിടെ പോലീസാണ്. ഒരു സുന്ദരമായ കഴിവുള്ള പോലീസ്. ആ കഴിവുള്ള പോലീസ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു. ഐക്യ ജനാധിപത്യം വേണ്ടി ഭരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയും ഒക്കെ വരുമ്പോൾ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ അത് പോലീസായിരുന്നു. പ്രിയമുള്ളവരെ, ടി.പി. ചന്ദ്രൻ വധക്കേസിലെ പ്രതി ഈ മുടക്കോട് പള്ളിയിൽ അവിടെ ഒളിച്ചിരുന്നില്ലേ? അവിടെ കയറി ചെന്ന് ആ ക്രിമിനലിനെ പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി ജയിലിലടക്കാൻ കഴിവും പാർട്ടിയും സംഘടനയുള്ള പോലീസുള്ള ഒരു സംസ്ഥാനമായിരുന്നു കേരളമെങ്കിൽ ഇന്ന് പോലീസിന്റെ വേഗത്തിൽ നിൽക്കുന്നു. ഓശാരിച്ച് നിൽക്കുന്ന പോലീസ് പിണറായി വിജയന്റെ മുമ്പിൽ, വീണാ വിജയന്റെ മുമ്പിൽ, അതുപോലെ തന്നെ മരുമകന്റെ മുമ്പിൽ ഓശാരിച്ച് നിൽക്കുന്ന ഒരു പോലീസായി പോലീസ് മാറിയിരിക്കുന്നു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. എങ്ങോട്ടാണ് നമ്മൾ സംസ്ഥാനം കടന്നു പോകുന്നതെന്ന് ഞാൻ സുദീർഘമായി കടന്നു പോകുന്നില്ല. പ്രിയപ്പെട്ട സന്ധ്യയിൽ വാര്യത്തിന് കണ്ണൂരിൽ കൂടി ഒരു പരിപാടി കൂടി ഉണ്ട്. അതുകൊണ്ട് വിശദമായി ഞാൻ കടന്നു പോകുന്നു. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ മനസ്സിന്റെ വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു ഓർമ്മ. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൈബ്, അത് നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയില്ല. കാരണം അത്രമാത്രം എന്നെ സംബന്ധിച്ച് അത്രമാത്രം വ്യക്തിബന്ധമുള്ള ഒരു വ്യക്തി. ആ വേർപാട് അറിഞ്ഞത് അന്ന് മുതൽ വാസ്തവത്തിൽ അന്ന് കേരളത്തിലെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിലെ ഇടയന്നൂർ പ്രദേശത്തെ സാധാരണ ജനങ്ങൾ കണ്ണീരിലാണ് നടക്കുക. ആ രാത്രി നമ്മുടെ ഓർമ്മകളിൽ നിൽക്കുകയാണ്. ഈ പ്രദേശം മുഴുവൻ, കണ്ണൂർ ജില്ല മുഴുവൻ അന്ന് ഇടയന്നൂരിലേക്ക് ഒഴുകിയെത്തി നമ്മൾ കണ്ടു. അത്ര ഭീകരമായ ഒരു കൊലപാതകം. ആ കൊലപാതകത്തിന്റെ അതിന്റെ പ്രതികൾ, ആ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ആരോട്ട് വന്നാൽ ആ ക്രിമിനലുകൾക്ക് തക്കതായ ശിക്ഷ നൽകാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, നിങ്ങളേവരും കാത്തിരിക്കുന്നത് പ്രിയങ്കരനായ നേതാവ് സന്ദീപ് വാര്യരുടെ പ്രഭാഷണമാണ്. അതിനു മുന്നോടിയായി നമ്മുടെ ഷുഹൈബിന് ഒരു പാതയുണ്ട്. അത് സേവനത്തിന്റെ അതുപോലെ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പാത. അത് രണ്ടും പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. സമര പോരാട്ടങ്ങളിലും ഷുഹൈബിന്റെ മാതൃക തീർത്തുകൊണ്ട് അതോടൊപ്പം സേവന രംഗത്തും വലിയ മാതൃകകൾ, 3 വീടുകൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഈ മട്ടന്നൂരിൽ അതൊന്നും പറഞ്ഞ് നിങ്ങളോട് കൂടുതലായി പറയേണ്ടതില്ല.
അതുകൊണ്ട് തന്നെ ഈ ഒരു ഷുഹൈബിന്റെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ സമയത്ത് ഓസ്ട്രേലിയയിലെ പ്രിയദർശിനി സോഷ്യൽ കൾച്ചറൽ ഫോറം ഞങ്ങളെ ബന്ധപ്പെടുകയും ഷുഹൈബിന്റെ ഓർമ്മയ്ക്കായി ഒരു നിർദ്ധനരായ ചെറുപ്പക്കാരനെ ഒരു ഇരുചക്ര വാഹനം നൽകുവാൻ ആഹ്വാനം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുമായി സംസാരിച്ചു. ഈ നാട്ടിലെ കണക്കില്ലാത്ത കഷ്ടപ്പാടുള്ള ആളുകളിൽ ഒരുവനായ പ്രിയപ്പെട്ട യദുവിനെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് ആളുകളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുകയും അങ്ങനെ യദുവിനെ തന്റെ ഉപജീവന മാർഗത്തിൽ ഒരുപാട് ശാരീരികമായ പ്രയാസം കൂടിയുള്ള യദുവിനെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഈ ഒരു ഇരുചക്ര വാഹനം ഈ പൗരാവലിയ സാക്ഷരത്തിൽ നമ്മൾ കൈമാറുകയാണ്. അതിന്റെ താക്കോൽദാനം നിർവഹിക്കുന്നതിന് വേണ്ടി ധീരഷുഹൈബിന്റെ ധീരനായ സഹോദരൻ ഫർസീം മജീദിനെ ക്ഷണിക്കുന്നു. മുഴുവൻ നേതാക്കളും സഹപ്രവർത്തകരും ഈ ഒരു മഹനീയമായ ചടങ്ങിൽ പങ്കുചേർന്നതെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട യദുവിന് ഈ ഒരു ഇരുചക്ര വാഹനം കൈമാറുന്നത് ബഹുമാനായ DCC പ്രസിഡന്റും പ്രിയപ്പെട്ട സന്ദീപ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ്. പ്രിയപ്പെട്ട ഷുഹൈബിന്റെ പിതാവ് മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകൾ. പ്രിയപ്പെട്ട യദുകൃഷ്ണൻ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അറിയിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയങ്കരനായ നേതാവ് സന്ദീപ് വാര്യർ KPCC വക്താവ് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. നമുക്കറിയാം, അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനത്തിലായ ആ സാഹചര്യത്തിൽ ഈ ഞാൻ ഉൾപ്പെടെ നിങ്ങളിൽ പലരും അദ്ദേഹത്തോട് ഒരുപാട് ആശയപരമായി പോരാടിയവരാണ്. ഞാനൊക്കെ സന്ദീപേട്ടന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ എത്രയോ കമന്റുകൾ ചൊല്ലിയതാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം, ആശയം മാറിയതിന്റെ പേരിൽ 51 വെട്ടി DPയെ കൊന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ മുമ്പിൽ ഇവിടെ കോൺഗ്രസ് പ്രിയപ്പെട്ട സന്ദീപ് വാര്യരെ ഈ ഒരു പൗരാവലിയുടെ നേതൃത്വത്തിലാണ് ഈ മട്ടന്നൂരിൽ ഉൾപ്പെടെ കേരളത്തിലെ അങ്ങോളം സ്വീകരിക്കുന്നത് എന്നത് കോൺഗ്രസിന്റെ പ്രത്യയ ശാസ്ത്രമാണ്, കോൺഗ്രസിന്റെ സംസ്കാരമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട നേതാവിനെ മട്ടന്നൂരിലെ ജനതയോട് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ബഹുമാനായ യോഗാധ്യക്ഷൻ ശ്രീ ജിതിൻ കൊളപ്പായി കോൺഗ്രസിന്റെ മട്ടന്നൂർ നിയോജകമണ്ഡലത്തിന്റെ ഈ പൊതുയോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച കണ്ണൂരിലെ കോൺഗ്രസിന്റെ നായകൻ DCC പ്രസിഡന്റ് ബഹുമാനായിട്ടുള്ള അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ഫർസീം മജീദ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വിജിൽ മോഹനൻ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ രാഹുൽ വെച്ചിയോട്ട്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ റോബർട്ട് വെള്ളാമള്ളി, DCC സെക്രട്ടറി ശ്രീ VR ഭാസ്കരൻ, കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ സുരേഷ് മാവില, കോൺഗ്രസ് കോളയാട് ബ്ലോക്ക് പ്രസിഡന്റ് കഞ്ഞോടി രാഘവൻ മാസ്റ്റർ, സ്വാഗതം ആശംസിച്ച ഷമീൽ ആയിപ്പുഴ അടക്കം വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ നേതാക്കൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ, നല്ലവരായ നാട്ടുകാർ, മാധ്യമപ്രവർത്തകർ, ഏവർക്കും സാദര നമസ്കാരം. ഇവിടെ സ്വാഗതം ആശംസിച്ച ഷമീലും അധ്യക്ഷനുമൊക്കെ സൂചിപ്പിച്ചു, മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ വന്നതിന് ശേഷം കണ്ണൂരിൽ ഒരു പൊതുപരിപാടിയിൽ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത് മട്ടന്നൂരിലാണ്. അത് വേണമെങ്കിൽ ഒരു തെറ്റുതിരുത്തലിന്റെ തുടക്കം കൂടിയാണെന്ന് പറയാം. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത്
ഒരു വാർഡ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിൽ അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നതിൽ അന്ന് ചെറുതല്ലാത്തൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ് ഞാൻ. ഒരു ദിവസം മുഴുവൻ ഇവിടെ ടൗണിലെ ആ വാർഡിൽ വീട് കയറി പ്രചരണം നടത്തിയിരുന്നു. നിങ്ങൾക്ക് ഇത് ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ വേദിയിൽ വെച്ച് ഉറപ്പ് നൽകുകയാണ്, അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ആ വാർഡ് തിരിച്ചു പിടിക്കാൻ ഞാനിവിടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വൈകാരികമായിട്ടുള്ള സ്വീകരണം ഇന്നാണ് ലഭിച്ചത്. അത് ധീരരക്തസാക്ഷി ശുഹൈബിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ പിതാവ് എന്നെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ച് സ്വീകരിച്ച ആ നിമിഷമെന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വൈകാരികമായിട്ടുള്ള ഒരു സ്വീകരണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. ഈ പ്രസ്ഥാനത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച അനശ്വരനായിട്ടുള്ള രക്തസാക്ഷി ശുഹൈബിനെ 7 വർഷങ്ങൾക്കിപ്പുറവും മട്ടന്നൂരിലെ പൊതുസമൂഹം എത്രമാത്രം സ്നേഹിക്കുന്നു, ഓർമ്മിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ള ഈ ജനത. അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള CPM-ന്റെ കൊലക്കത്തി രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള മട്ടന്നൂരിലെ ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ, കണ്ണൂരിലെ ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ, കേരളത്തിലെ ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി ശുഹൈബ് മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെ CPM-ന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ അടിത്തറയുള്ള പ്രദേശം എന്ന് പറയാവുന്ന ഈ മട്ടന്നൂർ തെരഞ്ഞെടുപ്പിൽ 10,000-കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ അവർ വിജയിക്കുന്ന മട്ടന്നൂരിൽ ഒരുപക്ഷെ പാർലമെന്ററി രംഗത്ത് തനിക്കൊരിക്കലും എവിടെയും എത്തിച്ചേരാൻ സാധിക്കാൻ അതൊരു വിദൂര സാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുകൂടി ജനാധിപത്യ പ്രസ്ഥാനത്തിനു വേണ്ടി, ദേശീയ പ്രസ്ഥാനത്തിനു വേണ്ടി തന്റെ യൗവനം മുഴുവൻ ഹോമിച്ച് പ്രവർത്തിച്ച ശുഹൈബിനെ പോലെയുള്ള ഒട്ടേറെ പ്രവർത്തകരാണ് ഈ പ്രസ്ഥാനത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചാലകശക്തി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നും ആഗ്രഹിക്കാതെ, ഒരു പഞ്ചായത്ത് മെമ്പറോ MLA-യോ മന്ത്രിയോ ഒരു സഹകരണ സ്ഥാപനത്തിലെ ഒരു ബോർഡ് മെമ്പറോ പോലും ആവാൻ ആഗ്രഹിക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂവർണ്ണ കൊടിയെടുത്ത് CPM-ന്റെ ചെകുത്താൻ കോട്ടയിലടക്കം കയറി പ്രവർത്തിക്കാൻ ശേഷിയുള്ള, ചേമൂഷിയുള്ള ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ടല്ലോ. അവരുടെ ആവേശത്തെ, അവരുടെ ധൈര്യത്തെ, അവരുടെ പ്രയത്നത്തെ ഒട്ടും തന്നെ നിരാശപ്പെടുത്താൻ ശുഹൈബിന്റെ വധം കൊണ്ട് CPM-ന്റെ കാബാലികൾക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ശുഹൈബിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് കേരളമൊട്ടാകെ ആയിരക്കണക്കിന് പുതിയ ചെറുപ്പക്കാർ ഈ പ്രസ്ഥാനത്തിലേക്ക് പുതുതായി കടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, കൊലപാതക രാഷ്ട്രീയം കൊണ്ട് ഈ നാടിന് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്? ഞാൻ മട്ടന്നൂരിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ എത്രയോ കാലമായി, ദശാബ്ദങ്ങളായി കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൊണ്ട് നിങ്ങൾക്കോ, നിങ്ങളുടെ കുടുംബത്തിനോ, നിങ്ങളുടെ പ്രദേശത്തിനോ, നിങ്ങളുടെ ജില്ലയ്ക്കോ, ഈ കേരളത്തിനോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണ്ടേ? ഈ നാടിന് എന്ത് ഗുണമുണ്ടായിട്ടുണ്ട്? നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ആരെയാണ് ചേർത്ത് നിൽക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ എല്ലാ അവകാശങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വോട്ട് നേടിയിട്ടല്ലേ നിങ്ങൾ ജയിക്കുന്നതും തോൽക്കുന്നതും ഒക്കെ? നിങ്ങളും ഒക്കെ എങ്ങനെയല്ലേ? ജനങ്ങൾക്ക് വേണ്ടി കൂടുതലായി പ്രവർത്തിച്ച്, ജനങ്ങൾക്ക് വേണ്ടി കൂടുതലായി അവർക്ക് വേണ്ടി അവർക്കിടയിൽ പ്രവർത്തിച്ച് അവരുടെ അംഗീകാരം നേടി തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിൽ വരിക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്കൊരല്പം സ്വാധീനം കൂടുതലുള്ള സ്ഥലമായി കഴിഞ്ഞാൽ എതിരാളികൾ രാഷ്ട്രീയ പ്രവർത്തനമേ നടത്താൻ പാടില്ല എന്ന ദുശ്ശാഠ്യത്തോടുകൂടി ഈ പ്രദേശത്ത് ജനാധിപത്യം അനുവദിക്കുകയില്ല എന്ന ദുശ്ശാഠ്യത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്ന് സ്വയം അവകാശപ്പെടുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ എന്ത് കമ്മിറ്റ്മെന്റ് എന്നത് ഞാൻ ആലോചിച്ചു പോവുകയാണ്. കണ്ണൂർ എന്ന് പറയുന്ന ജില്ല, ഞാൻ നേരത്തെ കലാകൗമുദിയിൽ ഒരു ലേഖനമായിട്ട് എഴുതിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയുടെ സാധ്യതകളെ കുറിച്ച്.
ഞാൻ ഒട്ടേറെ യാത്ര ചെയ്തിട്ടുള്ളയാളാണ്. ഇന്ത്യ മഹാരാജ്യത്തുടനീളം പലതവണ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി നിരന്തരം യാത്ര ചെയ്തിട്ടുള്ളയാളാണ്. ഞാൻ സാന്ദർഭികമായി ആലങ്കാരികമായി പറയുകയല്ല, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, തറപ്പിച്ചു പറയുന്നു, കണ്ണൂർ ജില്ലയെ പോലെ അനന്തമായ വികസന സാധ്യതകളുള്ള മറ്റൊരു ഭൂപ്രദേശം ഈ കേരളത്തിൽ വേറെ എവിടെയുമില്ല. ആനയ്ക്ക് ആനയുടെ വലുപ്പമറിയില്ല എന്നത് പറഞ്ഞതുപോലെയാണ് കണ്ണൂർ ജില്ലയിലെ ആളുകളുടെ കാര്യം. കസ്തൂരിമാൻ സ്വന്തം കൊമ്പിൽ സുഗന്ധം ഒളിപ്പിച്ചു വെച്ച് എവിടെ നിന്നാണ് സുഗന്ധം വരുന്നത് എന്ന് തേടി നടക്കുന്നത് പോലെയാണ് കണ്ണൂർ ജില്ലയിലെ യുവാക്കളുടെ കാര്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ച്, ഏറ്റവും നീളം കൂടിയ ബീച്ച്, ഏറ്റവും മനോഹരമായ ഡ്രൈവിംഗ് ബീച്ച് അത് കണ്ണൂർ ജില്ലയിലാണ് മുഴക്കുരങ്ങാടുള്ളത്. കണ്ണൂർ ജില്ലയുടെ ഒരു പ്രദേശം മുഴുവൻ തീരദേശ മേഖലയിൽ വളരെ അതിസുന്ദരമായ ബീച്ചുകളാൽ നിറഞ്ഞു കിടക്കുന്നു. തൊട്ടപ്പുറത്ത് കണ്ണൂർ ജില്ലയിൽ ഹൈറേഞ്ച് ഏരിയയുണ്ട്. നല്ല മലയോര പ്രദേശങ്ങൾ, നല്ല ഭംഗിയുള്ള ഹൈറേഞ്ച് ഏരിയയുണ്ട്. ഒട്ടേറെ മനോഹരങ്ങളായിട്ടുള്ള ക്ഷേത്ര ഭൂമികൾ ഇവിടെയുണ്ട്. തൃച്ചംബരം പോലെയുള്ള, മൃദംഗ ശൈലേശ്വരി പോലെയുള്ള എത്രയോ മനോഹരമായിട്ടുള്ള ഐതിഹ്യം നിറഞ്ഞ, ആയിരക്കണക്കിന് വർഷത്തെ ഐതിഹ്യം നിറഞ്ഞ മനോഹരമായ ക്ഷേത്രങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ. ലോകത്തെ ആയോധനകലകളുടെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന കളരിപ്പയറ്റിന്റെ ഏറ്റവും പ്രധാനമായ കേന്ദ്രം ഈ കണ്ണൂരാണ്. കേരളത്തെ ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുന്ന, ലോകത്തിന് മുന്നിൽ കേരളത്തെ ദൃശ്യവൽക്കരിക്കുന്ന തെയ്യം, ഏറ്റവും അതിമനോഹരമായ കലാരൂപം കണ്ണൂരിലാണുള്ളത്. കണ്ണൂരിന്റെ അനുഷ്ഠാന കലയാണ്. ലോകത്തെ ഏക സോഷ്യലിസ്റ്റ് ദൈവം എന്ന് വിളിക്കാവുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ, പറശ്ശിനിക്കടവ്, മടപ്പുര കണ്ണൂരിലാണുള്ളത്. നിങ്ങൾ ആലോചിച്ചത് എത്ര മനോഹരമായ സുന്ദരമായ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്ര സ്വാദിഷ്ടമായ ഭക്ഷണം ലഭിക്കുന്ന മറ്റൊരു ജില്ല കേരളത്തിലില്ല. തലശ്ശേരി ബിരിയാണിയും കണ്ണൂരിലെ ഭക്ഷ്യവിഭവങ്ങളും ഒക്കെ അത്രമേൽ സ്വാദിഷ്ടമാണ്. ഞങ്ങൾക്ക് അത്ര ഇഷ്ടമാണ് കണ്ണൂരിന് പുറത്തുള്ള ആളുകൾക്ക്. പക്ഷെ എന്തേ കണ്ണൂർ ജില്ലയ്ക്ക് മറ്റ് ജില്ലകളുടെ കൂടെ, മറ്റു പ്രദേശങ്ങളുടെ ഒപ്പം വികസന കാര്യത്തിൽ എത്താൻ പറ്റാതെ? എന്തുകൊണ്ട് കണ്ണൂർ ജില്ല വികസന കാര്യത്തിൽ കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ പുറകോട്ട് പോയി? എന്തുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാൻ തക്കവണ്ണമുള്ള വ്യാവസായിക സ്ഥാപനങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായില്ല? എന്തുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കണ്ണൂർ ജില്ല ഇത്രത്തോളം പിറകോട്ട് പോയി? കണ്ണൂരിലേക്ക് വരാൻ ജനങ്ങൾക്ക് ഭയം. എനിക്ക് ഓർമ്മയുണ്ട്, കണ്ണൂരിലെ മട്ടന്നൂർ എയർപോർട്ടിന്റെ ഉദ്ഘാടന വേളയിൽ ഒരു പ്രധാനപ്പെട്ട വ്യവസായി, അദ്ദേഹം കോഴിക്കോട് താമസിച്ച അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററിലാണ് രാവിലെ ഉദ്ഘാടനത്തിന് വരുന്നത്. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത്, അദ്ദേഹത്തിന് താമസിക്കാൻ പറ്റുന്ന 5 നക്ഷത്ര ഹോട്ടൽ കണ്ണൂരിലില്ല. ഇത് കണ്ണൂരിന്റെ കുറവല്ലേ? കണ്ണൂർ പോലെ ഒരു ജില്ലയിൽ 5 നക്ഷത്ര ഹോട്ടലില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ദോഷമാർക്കാണ്? കണ്ണൂരിലെ ടൂറിസം ഇൻഡസ്ട്രിക്കാണ്, കണ്ണൂരിലെ വിനോദസഞ്ചാര മേഖലയ്ക്കാണ്. എത്ര ആയിരം ജനങ്ങൾക്ക് തൊഴിലിക്കുന്നതാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, എയർപോർട്ടിന്റെ അവസ്ഥ എന്താ? എയർപോർട്ട് വന്നതിന് ശേഷം പണം ഉണ്ടാക്കിയതാരും നമുക്കറിയാം. എയർപോർട്ടുമായി അനുബന്ധമായി ആവശ്യമില്ലാത്ത ഭൂമി മുഴുവൻ അക്വയർ ചെയ്ത് എയർപോർട്ടുകാരെ കൊണ്ട് അക്വയർ ചെയ്യിപ്പിച്ച് കോടികൾ തട്ടിയ ഒരാളുകളുടെ കോടികൾ അമ്മയും മകനും ചേർന്ന് തട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഭൂമി കച്ചവടമായിരുന്നു എയർപോർട്ടിന്റെ പേരിൽ. ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വരുന്നത് കണ്ണൂരിലെ യുവാക്കളുടെ കാര്യമാണ് പറയുന്നത്. എങ്ങനെ കണ്ണൂർ പിറകോട്ട് പോയി നമ്മൾ ആലോചിക്കട്ടെ. ഞാൻ ആലോചിച്ചിട്ട് മുഴക്കുരങ്ങാട് ബീച്ചിലേക്ക് പോകുന്ന സമയത്ത് കേരളത്തെ എത്ര മനോഹരമായി വികസിപ്പിക്കാവുന്ന പ്രദേശം. ഒരുപക്ഷെ ഗോവയേക്കാൾ, അല്ലെങ്കിൽ വേണ്ട കോവളത്തേക്കാൾ ആയിരക്കണക്കിന് വിദേശ വിനോദസഞ്ചാരികൾ വരേണ്ട സ്ഥലമല്ലേ കണ്ണൂരിലെ ബീച്ചുകൾ? വന്നിരുന്നെങ്കിൽ കണ്ണൂരിന്റെ മുഖച്ഛായ മാറുമായിരുന്നില്ലേ? കോവളം പോലെ ആകെ 1-2 കിലോമീറ്റർ ദൂരമുള്ള ചെറിയ 2-3 ബീച്ചുകൾ വെച്ച് തിരുവനന്തപുരത്തിന്റെ വിനോദസഞ്ചാര മേഖല എത്ര വളർന്നു. എന്നിട്ട് എന്തുകൊണ്ട് കണ്ണൂരിന് പറ്റില്ല? ഒന്ന്, കണ്ണൂരിലുണ്ടായ അടിക്കടിയുണ്ടായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം, കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ സംസ്കാരം. പുറത്ത് കണ്ണൂരിനെ കുറിച്ചുള്ള പ്രതിച്ഛായ എന്ന് പറയുന്നത് ഏതു സമയത്തും കൊലപാതകം നടക്കാവുന്ന, ബോംബേറ് നടക്കാവുന്ന, ഹർത്താൽ നടക്കാവുന്ന,
ഭയത്തോടുകൂടി മാത്രം മനുഷ്യർക്ക് ഇറങ്ങി നടക്കാവുന്ന ഒരു ഭൂപ്രദേശം എന്നാണ് പുറമേക്ക് കണ്ണൂരിനെ കുറിച്ചുള്ള അഭിപ്രായം. എങ്ങനെ അഭിപ്രായം വന്നു? ആരാണ് ഉത്തരവാദി എന്ന് പറയുന്നത്? ഈ കണ്ണൂർ ജില്ലയ്ക്കകത്ത് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യം എതിരാളികൾക്ക് അനുവദിച്ചു കൊടുക്കാതെ, പ്രതിയോഗികൾക്ക് അനുവദിച്ചു കൊടുക്കാതെ ഇവിടെ കൊലക്കത്തി രാഷ്ട്രീയവുമായി മുന്നോട്ട് പോയിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയാണ് കണ്ണൂർ ജില്ലയുടെ ഇന്നത്തെ ഈ പിന്നോക്കാവസ്ഥയ്ക്കുള്ള കാരണം എന്നുള്ളത് ഇവിടുത്തെ സഖാക്കൾ തിരിച്ചറിയണം. നിങ്ങളുടെ കുട്ടികൾ അവർക്ക് തൊഴിലില്ലാതെ പോയത്, അവർക്ക് പഠിക്കാൻ വേണ്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങളില്ലാതെ പോയത്, നിങ്ങൾക്ക് ചികിത്സിക്കാൻ നല്ല ആശുപത്രികളില്ലാതെ പോയത്, നിങ്ങൾക്ക് തൊഴിലെടുക്കാൻ നല്ല തൊഴിലിടങ്ങളില്ലാതെ പോയത്, അതിന്റെ മുഴുവൻ ഉത്തരവാദി കണ്ണൂർ ജില്ലയെ കൈവെള്ളയിൽ വെച്ച് ഇത്രയും കാലം അമ്മാനമാടി നിങ്ങളുടെ ഭാവി മുഴുവൻ നശിപ്പിച്ച ഈ കണ്ണൂരിലെ പിണറായി വിജയനും ഈ കൊലയാളി ജയരാജന്മാരുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവരുടെ മക്കളൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു, മിനിഞ്ഞാന്ന് ഒരു ചർച്ച നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചർച്ച എന്തായിരുന്നു? ചർച്ച കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ വേണ്ടി ബില്ല് കൊണ്ടുവരാൻ വസിക്കും. സ്വകാര്യ സർവകലാശാല പക്ഷെ പാട്ടോർമ്മയില്ലേ? പുഷ്പനെ അറിയാം പാവം അല്ലേ? എന്ത് സംഭവിച്ചു നമുക്കറിയാം. അപ്പൊ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാൻ വേണ്ടി CPM ഇപ്പൊ ബില്ല് കൊണ്ടുവരിക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നപ്പോൾ CPMന്റെ ന്യായീകരണം എന്താ? നിലവിൽ കേന്ദ്ര നിയമം അനുസരിച്ച് ഡീംഡ് യൂണിവേഴ്സിറ്റികളൊക്കെ വന്നു കഴിഞ്ഞു. അവിടെ സാമൂഹിക നീതി ഉറപ്പുവരുത്താൻ വേണ്ടി ഞങ്ങൾ സംസ്ഥാന നിയമം കൊണ്ടുവരികയാണ്. ഇവിടെ കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം വന്നാൽ സംസ്ഥാന നിയമം കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് നിയന്ത്രിക്കാൻ പോകുന്നത്? ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ സഖാക്കളെ പോലെ ഒരു അന്തം കമ്മികളാണെന്നാണ് കരുതിയിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞാൽ അതിനെ വിശ്വസിക്കാൻ? പാർലമെന്റ് പാസാക്കിയ നിയമത്തെ നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണോ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്? നടക്കൂലെന്ന് CPM അറിയാം. അപ്പൊ ജനങ്ങളെ പൊട്ടന്മാരാകാൻ നോക്കണം. വേറെ ഒന്നുമല്ല, സ്വകാര്യ സർവകലാശാല കൊണ്ടുവരാനുള്ള ശ്രമമാണ്, വിദേശ സർവകലാശാല കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഞങ്ങൾ അതിനെതിരല്ല. ഓർമ്മയിലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഭിമാന സ്തംഭമായിരുന്ന ഒരു ഡിപ്ലോമാറ്റ് TP ശ്രീനിവാസൻ, അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ടൊരു ഉന്നത വിദ്യാഭ്യാസ സമിതി ഉണ്ടാക്കുന്നു. ആ സമിതിയുടെ യോഗം നടക്കുമ്പോ കോവളത്തേക്ക് SFIയുടെ ഗുണ്ടാസംഘം കടന്നു കയറുകയാണ്. എന്നിട്ട് പ്രായമുള്ള മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഈ മഹാരാജ്യത്തിന്റെ വിദേശ നയത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ള ആ ഡിപ്ലോമാറ്റ് നയതന്ത്രത്തിന്റെ മുഖത്തേക്ക് CPMന്റെ ഒരു കുട്ടി കൊല്ലങ്ങൻ ആഞ്ഞടിക്കും SFIക്കാരൻ. നമ്മുടെ നാടിനെ മാനം കെടുത്തിയ ഒരു ദൃശ്യമായിരുന്നു, നാണം കെടുത്തിയ ഒരു ദൃശ്യമായിരുന്നു. സ്വകാര്യ സർവകലാശാലകളെ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് കേരളത്തിലുടനീളം അക്രമം അഴിച്ചുവിട്ടിട്ടുള്ള CPM, അതിന്റെ പേരിൽ രക്തസാക്ഷികളെ സൃഷ്ടിച്ചിട്ടുള്ള CPM ഇപ്പൊ പറയുന്നു സ്വകാര്യ സർവകലാശാല കൊണ്ടുവരും, വിദേശ സർവകലാശാല കൊണ്ടുവരും. എന്നിട്ട് പറയുകയാണ് അമൃതയുടെ യൂണിവേഴ്സിറ്റിയിൽ സാമൂഹിക നീതി ഉറപ്പുവരുത്താനാണ് നിയമം. വിദേശ സർവകലാശാല കൊണ്ടുവന്നിട്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനാണ് നിയമം എന്നാണ് ഇപ്പൊ CPM പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ സമരം മുഴുവൻ നടക്കുന്ന കാലത്ത് സ്വന്തം മകളെ അമൃത യൂണിവേഴ്സിറ്റിയിൽ വിട്ട് പഠിപ്പിക്കുകയും സ്വന്തം മകനെ വിദേശ സർവകലാശാലയായ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയും ചെയ്ത ദീർഘദർശിയായ ഒരു തന്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ ഇത് നടന്നില്ലെങ്കിൽ എല്ലാവരും ഈ 10-20 വർഷം മുമ്പ് സ്വന്തം മക്കളെ വിദേശ സർവകലാശാലയിലും സ്വകാര്യ സർവകലാശാലയിലും അയച്ചു പഠിപ്പിച്ചിട്ട് ഈ കണ്ണൂർ ജില്ലയിലെ അന്തംഗമ്മി സഖാക്കളെ മുഴുവൻ ഈ നാട്ടിലെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അയപ്പിച്ചവരുടെ ഭാവി നശിപ്പിച്ചതിന് ശേഷം ഇപ്പൊ പറയാം ഈ സ്ഥാപനം മുഴുവൻ കൊണ്ടുവരാം. ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ അവസ്ഥ എന്താ? ഇവിടെ കേസിന്റെ ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ടല്ലോ. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ ബസ്സിലൊക്കെ ഇരിക്കുന്ന രക്ഷിതാക്കളുണ്ടല്ലോ, തലയ്ക്ക് മൂളയുള്ള തലയിൽ ആൾ താമസമുള്ള ഏതെങ്കിലും ഒരു രക്ഷിതാവ് സ്വന്തം കുട്ടിയെ കേരളത്തിലെ ഏതെങ്കിലും കോളേജിൽ ചേർക്കാൻ ധൈര്യപ്പെടും, ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ചേർക്കാൻ ധൈര്യപ്പെടുന്നുണ്ടോ? CPMന്റെ മന്ത്രിമാരുടെയും MP-മാരുടെയും ഭാര്യമാരെ കൊണ്ടുപോയി അടയിരുത്താനുള്ള കേന്ദ്രങ്ങളാക്കി കേരളത്തിലെ സർവകലാശാലകളെ മാറ്റി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ നിലവാരത്തെ മുഴുവൻ തകർത്തെറിഞ്ഞു CPM. ആ തകർത്തെറിഞ്ഞ CPM കേരളത്തിലെ ചെറുപ്പക്കാർക്ക് നോക്കുമ്പോൾ 60% സീറ്റ് കൊടുക്കുക.
പല കോളേജുകളിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 60% സീറ്റുകൾ പഠിക്കാൻ കുട്ടികളില്ല. പണ്ടൊക്കെ MLA-മാർക്കും MP-മാർക്കും കത്തിന് വേണ്ടി റെക്കമെൻഡേഷന് വേണ്ടി കോളേജിൽ അഡ്മിഷൻ റെക്കമെൻഡേഷന് വേണ്ടി കാത്തുനിന്നെങ്കിൽ രക്ഷിതാക്കൾ കാത്തുനിന്നിരുന്നെങ്കിൽ ഇന്ന് കുട്ടികൾ കാനഡയിൽ പോകുന്നു, ലണ്ടനിൽ പോകുന്നു, യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ പോകുന്നു. അവിടെ പോകാൻ കഴിയാത്തവർ ബാംഗ്ലൂരിൽ പോകുന്നു, കോയമ്പത്തൂരിൽ പോകുന്നു, ഡൽഹിയിൽ പോകുന്നു. കേരളത്തിൽ പഠിക്കാൻ ആർക്കും താല്പര്യമില്ല. ഇനി പഠിച്ചിരുന്ന കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നതിനനുസരിച്ച് ജോലി കിട്ടാനുള്ള സാഹചര്യമുണ്ടോ? ഇവിടെ ആകെ ആർക്കാ ജോലി കിട്ടുന്നത്? SFI-യിലും DYFI-യിലും ഒക്കെ ഗുണ്ടായിസം കളിച്ചു നടക്കുന്ന ക്രിമിനലുകൾക്ക് പിൻവാതി നിയമനമല്ലാതെ മാനം മര്യാദയ്ക്ക് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അവൻ PSC റാങ്ക് ലിസ്റ്റ് ഒന്ന് കയറി കൂടിയാൽ ആ PSC റാങ്ക് ലിസ്റ്റ് കയറി കുട്ടികൾക്ക് ജോലി കിട്ടുന്നു. PSC പരീക്ഷ ചോദ്യപ്പെട്ട് വരച്ചു. അപ്പൊ ഈ നാടിലെ സമസ്ത മേഖലയിൽ മുച്ചൂട് മൂടിച്ച നിങ്ങളുടെ തെറ്റായ നയങ്ങൾ എത്ര ദശാബ്ദങ്ങൾ ഈ നാടിനെ പുറകോട്ടടിച്ചു. കണ്ണൂർ ഉൾപ്പെടെയുള്ള കേരളത്തെ എത്ര ദശാബ്ദങ്ങൾ പുറകോട്ടടിച്ചു. നിങ്ങളെ തെറ്റായ നയങ്ങൾ, അന്ധമായ കോൺഗ്രസ് വിരോധം, എല്ലാ കാലത്തും കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി, കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി കൊട്ടേഷൻ പണിയിട്ടുള്ള CPM അല്ല. ഡൽഹിയിൽ പണ്ട് 91-ലൊക്കെ 90-91 സമയം 88-89 സമയത്ത് ഓർമ്മ ഉണ്ടാവും. ഞങ്ങളുടെ എന്റെ പഴയ പാർട്ടിക്കാരും CPM-മാരും എല്ലാ ദിവസവും വൈകുന്നേരം വാജ്പേയിയുടെ വീട്ടിലാണ്. ആരൊക്കെ? ഹർകിഷൻ സിംഗ് സുർജിത്ത്, AB ബർദൻ, അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി. എന്താണ് കാര്യം? എല്ലാ ദിവസവും വൈകുന്നേരം ഇരിക്കും കോൺഗ്രസിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് VP സിംഗിന്റെ സർക്കാരുണ്ടാക്കി. അതിനു മുമ്പ് 77 ഒരുമിച്ച് മത്സരിച്ചു. അന്നു മുതലേ ബായിയാണ്, അന്നു മുതലേ CJP-യാണ്. എല്ലാ കാലത്തും ഇവരിങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളത്. അന്ധമായ കോൺഗ്രസ് വിരോധം ഒടുവിൽ CPM-നെ എവിടെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് ബഹുമാനായിട്ട് DCC പ്രസിഡന്റ് പറഞ്ഞല്ലോ. ബംഗാളിൽ CPM-ന്റെ അവസ്ഥ എന്താ? ബംഗാളിലെ CPM പ്രവർത്തകർ ഇന്ന് കേരളത്തിലെ പല സ്ഥലങ്ങളിലും വന്ന് തമ്പാനൂരും കണ്ണൂരും ഒക്കെ വന്ന് പൊറോട്ടയടിക്കുന്നു. അല്ലെ? CPM-ന്റെ നേതാക്കൾ, ജില്ലാ ലോക്കൽ നേതാക്കൾ അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായില്ലേ? ഈ കണ്ണൂരിനേക്കാൾ വലിയ കോട്ടയാക്കി, ചെകുത്താൻ കോട്ടയാക്കി നിങ്ങൾ കൊണ്ടുവന്ന ബംഗാളിൽ നിന്ന് അവിടുത്തെ ജനം നിങ്ങളെ പുറംകാലം കൊണ്ട് അടിച്ചു പുറത്താക്കിയെങ്കിൽ സഖാക്കളെ നിങ്ങൾ ഓർത്തുകൊള്ളൂ, ഒരു ചെകുത്താൻ കോട്ടയിൽ ഏറെക്കാലം നിലനിൽക്കാത്ത AI-യുടെ കാലത്താണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് ഗോവിന്ദൻ മാഷ പ്രസംഗം കേട്ട CPM-കാർ നിങ്ങൾ ഓർമ്മ വേണം. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലാണ്. സ്വന്തമായി തലച്ചോറില്ലാത്ത CPM-കാർ, അന്തംഗമികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു ചിപ്പെങ്കിലും സ്വന്തം തലയിൽ വെക്കണം. ഇനിയെങ്കിലും ബോധം വരണം. ആ പാർട്ടി ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ത്യയിൽ എവിടെയും നിങ്ങളുടെ പാർട്ടി ഇപ്പൊ ബാക്കിയില്ല. നശിച്ച് നാരായണക്കല്ലേക്ക് കഴിഞ്ഞു. വെറുതെ ഇനിയും ആവശ്യമില്ലാതെ തവള അണ്ണം വണ്ടിയുടെ മുന്നിൽ മസിൽ പിടിക്കുന്നത് പോലെ നിങ്ങൾ മസിൽ പെരുപ്പിച്ച് മട്ടന്നൂരങ്ങാടിയിൽ ഇനി ഒരു സഖാവ് നിൽക്കേണ്ട ഈ പാർട്ടി ബാക്കിയുള്ളത്. നിങ്ങൾക്ക് ഏക സാധ്യത എന്ന് പറയുന്നത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുക, കോൺഗ്രസിനൊപ്പം നിൽക്കുക. കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ നോക്കണ്ട. ആകപ്പാടെ നിങ്ങൾക്ക് കിട്ടിയത് കേരളത്തിന് പുറത്ത് കിട്ടിയ സീറ്റ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഫോട്ടോ വെച്ച് പ്രചരണം നടത്തിയിട്ടാണ്. അല്ലേ? ഇവിടെ കനവിൽ തരി കേരളത്തിന് പുറത്ത് കിട്ടിയ 2 സീറ്റ് എങ്ങനെയാ? സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് വോട്ടഭ്യർത്ഥന കിട്ടിയ സീറ്റുകളാണ്. കോൺഗ്രസ് കനിഞ്ഞ് രാജസ്ഥാനിൽ കൊടുക്കുന്ന സീറ്റ് കൊണ്ടാണ് ഇപ്പൊ പാർലമെന്റിൽ കയറിയിരിക്കുന്നത്. ദേശീയ പാർട്ടി എന്ന പദവി പോകുമോ ഇല്ലയോ എന്ന് സംശയിച്ചില്ല. അതാണല്ലോ ബാലൻ പറഞ്ഞത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ CPM അവസാനം കുന്തം, കുടം, ചെരുപ്പ് തുടങ്ങിയ ചിഹ്നങ്ങളിലൊക്കെ മത്സരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞില്ലേ? ആ അവസ്ഥയിലേക്ക് പാർട്ടി പോയില്ലേ? പക്ഷെ ചില അമ്മമാരുടെ പോലെയാണ് CPM എന്ന് പറയുന്നത്. മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണിൽ കണ്ടാൽ മതി എന്ന അവസ്ഥ. BJP നയിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസ് നയിച്ചുകൊണ്ടാണ്. കോൺഗ്രസ് ഇല്ലാതായിരിക്കും. അങ്ങനെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ നടന്ന് അവസാനം നിങ്ങൾ സ്വയം ഇല്ലാതായി കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. അതാണ് എനിക്ക് സഖാക്കളോട് പറയാനുള്ളത്. കേരളത്തിൽ ഇപ്പോ കണ്ടല്ലോ, ബജറ്റ് വന്നല്ലോ, ബാലഗോപാലിന്റെ ബജറ്റ് വന്നല്ലോ. ബാലഗോപാലിന്റെ ബജറ്റ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങില്ലാത്ത മസാല ദോശ പോലെയാണ്. പേര് മസാല ദോശയാണ്, പക്ഷെ അകത്ത് ഉരുളക്കിഴങ്ങില്ല. ഇതെന്ത് ബജറ്റാണോ? ഓരോ പദ്ധതിക്കും ഇങ്ങനെ പണം പ്രഖ്യാപിക്കണം. പക്ഷേ ഈ പ്രഖ്യാപിക്കുന്ന പണം കൊടുക്കാൻ ഖജനാവിൽ പൈസ വേണ്ടേ?
ഖജനാവിന് കുറ്റുവേണ്ടേ? ഖജനാവിനകത്ത് പണം വെച്ച് പ്രഖ്യാപിക്കുന്ന പിടിച്ചു 50 കോടി 100 കോടി പഴയ ഓട്ടോ സിനിമയിൽ പപ്പന് പൈസ പോലെയാണ്. നോട്ടിങ്ങനെ നോക്കി കൊടുക്കണം. ഈ സാധനം വേണ്ടേ? കേരളത്തിന്റെ ധനകാര്യസ്ഥിതി എന്താ? UDF എന്ന് പറഞ്ഞു കിഫ്ബി എന്ന് പറയുന്ന സമാന്തര സംവിധാനം ഉണ്ടാക്കി ബജറ്റിന് പുറത്ത് ബോറോയിങ് നടത്തിയാൽ, ഓഫ് ബജറ്റ് ബോറോയിങ് നടത്തിയാൽ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് അന്ന് UDF പറഞ്ഞില്ലേ? അന്ന് കോൺഗ്രസ് പറഞ്ഞില്ലേ? ഇന്ന് UDFും കോൺഗ്രസും അന്ന് കൊടുത്ത ആ മുന്നറിയിപ്പ് ഇന്ന് യാഥാർത്ഥ്യമായി വന്നില്ലേ? എന്തേ പറഞ്ഞിരുന്നത്? കിഫ്ബി വഴിക്ക് ഞങ്ങൾ അടുത്ത 10 വർഷക്കാലത്തേക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനം കേരളം നടത്തും. കോൺഗ്രസുകാര് അസൂയ കൊണ്ട് പറയുന്നതാണ് അടുത്ത 10 വർഷക്കാലത്തേക്കുള്ള വികസനം നടത്തും. ഞങ്ങൾ അന്നേ ചോദിച്ചു, ഈ കടമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ തിരിച്ചടക്കും? അപ്പൊ പറഞ്ഞു, അതിനെല്ലാം വഴി കണ്ടിട്ടുണ്ട്. വഴി എന്ന് പറയുന്നത് വാഹന നികുതിയിൽ നിന്ന് 50% കിഫ്ബിയുടെ തിരിച്ചടച്ചു കൊടുക്കും. ഇന്ധനത്തിന് സെസ് ഏർപ്പെടുത്തി ആ പണം കിഫ്ബിയുടെ തിരിച്ചടച്ചു കൊടുക്കും. അതുകൊണ്ട് ജനങ്ങൾക്ക് മേൽ വേറെ ഭാരമൊന്നും വരില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ പറയുന്നു, കിഫ്ബിയിൽ ഉണ്ടാക്കിയ റോഡുകളിലും പാലങ്ങളിലും സഞ്ചരിക്കുമ്പോ നമ്മളൊക്കെ ടോൾ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സാമ്പത്തിക രംഗം എത്തിയിരിക്കുന്നു. നിയമസഭയ്ക്കകത്ത് UDF MLA ചോദിച്ചു, തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ ചോദിച്ചു, കിഫ്ബിയുടെ ഭാഗമായി നിങ്ങൾ നിർമ്മിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ടോൾ ഏർപ്പെടുത്തുമോ എന്ന് ചോദിച്ചപ്പോ നിയമസഭയ്ക്കകത്ത് തോമസ് ഐസക് പറഞ്ഞത് അങ്ങനെ ഒരു പദ്ധതിയെയില്ല, ടോൾ ഏർപ്പെടുത്തില്ല എന്നാണ്. ഇപ്പൊ CPM നിലപാട് മാറ്റി. ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്, രാവിലെ പാല് വാങ്ങാൻ വേണ്ടി സ്കൂട്ടർ എടുത്ത് വീടിന് മുന്നിലെ പഞ്ചായത്ത് റോഡിലേക്ക് ഇറങ്ങിയാൽ കേരളത്തിലെ ജനങ്ങൾ ടോൾ കൊടുക്കേണ്ട അവസ്ഥ വരാൻ പോവുകയാണ്. പഞ്ചായത്ത് റോഡിലേക്ക് ഇറങ്ങിയാൽ കേരളത്തിലെ എല്ലാ വികസന പദ്ധതികളിൽ നിന്നും, എല്ലാ റോഡ് പദ്ധതികളിൽ നിന്നും, എല്ലാത്തിനും ടോൾ പിരിക്കാൻ പോവുക. ആലോചിച്ച് നോക്കും. ഇവിടെ UDF ഭരിക്കുന്ന കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരുണ്ടാകുന്ന കാലത്ത് പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ എവിടെയും തോന്നിച്ചിട്ടില്ല. റോഡ് ഉണ്ടാക്കുക, പാലം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ സർക്കാരിന്റെ ചുമതലയാണ്. ദേശീയപാത എന്നുള്ള ഉണ്ടാക്കുന്നത് 6 വരിപ്പാതയാണ് ഉണ്ടാക്കുന്നത്. അല്ല, ഈ നാട്ടിലെ 8 മീറ്റർ വീതിയുള്ള റോഡിന് വരെ ടോൾ പിരിക്കാൻ പോകുന്നു. എങ്ങനെയാണ് അനുവദിക്കാൻ പറ്റുന്നത്? ടോൾ എന്ന് പറയുന്നത് ബൂർഷ്വാ ചിന്താഗതിയാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്നിരുന്ന, കൊള്ളയാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്നിരുന്ന CPM-മാരാ ഇപ്പൊ തന്നെ നാവെവിടെ പോയി ഇറങ്ങിപ്പോയി. ഈ നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ പിഴിയാൻ ബാക്കിയുണ്ടോ? ബജറ്റ് നിങ്ങൾ ആലോചിച്ചു. കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപിച്ച ഒരു കാര്യം നടന്നിട്ടില്ല. LDF-ന്റെ ഒരു പ്രകടന പത്രികയുണ്ടായിരുന്നു 2021-ലെ. ആ 2021-ലെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു കാര്യം ഈ സംസ്ഥാനത്ത് നടത്തിയെന്ന് നട്ടലിനുറപ്പുള്ള ഏതെങ്കിലും ഒരു സഖാവിന് ഈ വേദിയിൽ ഒന്ന് പറയാമെങ്കിൽ നിങ്ങളെ കൊടി പിടിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു പരിപാടി നടത്തിയിട്ടില്ല. പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തെ സമ്പൂർണ്ണമായി തകർത്തു. പറഞ്ഞിരുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ ശക്തിപ്പെടുത്തും, പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ ലാഭത്തിലാക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാ. KSRTC അവസ്ഥ എന്താ? ഈ കേരളത്തിൽ സർക്കാർ മേഖല കഴിഞ്ഞാൽ ഏറ്റവും അധികം തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത്, പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത് KSRTC ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോ KSRTC-യിൽ ജോലി ചെയ്തിരുന്ന മലയാളികളുടെ എണ്ണം, മനുഷ്യരുടെ എണ്ണം എന്ന് പറയുന്നത് 50,000 ഇന്നത്തെ പേരുണ്ടെന്ന് അറിയാം. 9 കൊല്ലം കഴിഞ്ഞപ്പോ KSRTC-യിൽ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ എണ്ണം 18,000 കുറഞ്ഞു. 32,000 മനുഷ്യർക്ക് KSRTC-യിൽ മാത്രം ജോലി നഷ്ടപ്പെട്ടവരാണ്. ആ 18,000, ബാക്കിയുള്ള 18,000 പേർക്ക് പെൻഷൻ കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല. അവരെ ആത്മഹത്യയുടെ വക്കിലാണ്. കേരളത്തിന്റെ ലൈഫ് ലൈനായിട്ടുള്ള കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനം KSRTC എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടത്തിലേക്ക് തള്ളിയ സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. കേരളത്തിലെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടത്തിലേക്ക് തള്ളിയിട്ടു. കടം മാത്രമല്ല, പൊതുകടം മാത്രമല്ല, എവിടെയൊക്കെ കടമുള്ളത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള DA കുടിശ്ശിക മാത്രം 64,000 കോടി കൊടുപ്പിക്കുക. 64,000 കോടി. ഈ ബസ് സ്റ്റാൻഡിൽ ട്രാഫിക് നിയന്ത്രിക്കുന്ന എവിടെയുള്ള പോലീസുകാർ
അവരോട് ചോദിച്ചു 18 മാസം DA കുടിശ്ശിക ബാക്കിയാണ് പാവങ്ങൾ. ഈ കാറ്റിയോട് നെഞ്ചുവിരിച്ച് നിൽക്കുന്നു എന്നുള്ള മനസ്സിൽ പിണറായി വിജയനുള്ള പുച്ഛവും അങ്ങേറ്റ പരിഹാസമാണ് പാവങ്ങളുടെ 18 മാസം DA കുടിശ്ശിക. അവരുടെ കുട്ടികൾ കഴിക്കേണ്ട ഭക്ഷണ പൈസയാണ്. അവരെന്ത് ചെയ്യണം? ഈ മട്ടന്നൂരിലെ താലൂക്ക് ഓഫീസിൽ പോയി ചോദിക്കും, സർക്കാർ ആശുപത്രിയിൽ പോയി ചോദിക്കും, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മുഴുവൻ DA കുടിശ്ശിക 18 മാസം ബാക്കി കൊടുത്തിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരും നഷ്ടമായിരിക്കുന്നത്. ഈ സംസ്ഥാനത്തെ കോൺട്രാക്ടർമാർക്ക് കരാറുകാർക്ക് 15,000 കോടി രൂപ കൊടുക്കാനാണ് സകല റോഡ് പണികളും തുടങ്ങിയിരിക്കുന്നു, സകല പദ്ധതികളും തുടങ്ങിയിരിക്കുന്നു. സാധാരണക്കാർക്കാണെങ്കിൽ വിലക്കയറ്റം കൊണ്ട് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. പാലിന്റെ വില കൂടി, വാട്ടർ ചാർജ് കൂടി, വൈദ്യുതി ചാർജ് കൂടി. അങ്ങനെ സാധാരണക്കാരായ മനുഷ്യന്റെ കുടുംബജീവിതം മുന്നോട്ട് നയിക്കാൻ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന ഈ കാലത്ത് കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ ഈ നാടിന് കരുതി വെച്ചിട്ടുണ്ട്. അഴിമതിയുടെ മേൽ അഴിമതിയും കൊള്ളയുടെ മേൽ കൊള്ളയുമാണ് നടന്നത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് പോലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, 500 രൂപയുടെ BP കിറ്റ് 1550 രൂപയ്ക്ക് കേരളത്തിലെ സർക്കാരിനെ കൊണ്ട് വാങ്ങിപ്പിച്ച ആരോഗ്യമന്ത്രിയുടെ നാടാണ് മട്ടന്നൂർ എന്ന് പറയുന്നതിൽ നമുക്ക് ലജ്ജയുണ്ട്. എന്നിട്ട് PR വർക്ക് നടത്തുന്നത് പറയണം, എനിക്ക് അമേരിക്കയിൽ പോകുന്നു. എന്ത് കേരളത്തിലെ കോവിഡ് നേരിടുന്നത് എങ്ങനെയാണ്, എന്താണ് മരുന്ന് ചോദിച്ചുകൊണ്ട് രാവിലെ അമേരിക്കയിൽ പോകുന്നു. അമേരിക്കയിൽ നിന്ന് ഏത് ഭാഷയോട് ചോദിച്ചു? മര്യാദ ഇംഗ്ലീഷ് പറയാൻ എന്നോട് ഏത് ഭാഷയിൽ അമേരിക്കക്കാർ? അതും കേരളത്തിലേക്ക് PR വർക്ക് നടത്തി ഞാനെന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ മട്ടന്നൂരിലെ അന്നത്തെ MLA ആരോഗ്യമന്ത്രി നടത്തിയിട്ടുള്ള അപഹാസ്യമായ പരിശ്രമങ്ങൾക്കേറ്റ വലിയ തിരിച്ചടിയാണ് CAG ഉൾപ്പെട്ടത്. സഖാക്കളെ, CAG എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഓഡിറ്റ് ജനറൽ എന്നല്ല, കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ എന്നാണ്. സംസ്ഥാനത്തെ ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനം പറയുന്ന ഈ നാട്ടിൽ കണക്ക് നോക്കുന്ന കണക്കപ്പലയാണ് CAG. ആ CAG പറയുന്നു, കോവിഡിന്റെ മകൻ ശൈലജയുടെ കാലത്ത് നടന്നത് പകൽ കൊള്ളയാണ്. നമ്മളെല്ലാവരും വീടുകളിൽ ലോക്ക്ഡൌൺ ആയിട്ടിരിക്കുമ്പോൾ സംസ്ഥാന ഖജനാവിൽ നിന്ന് ആവോളം പണം തട്ടിയെടുക്കുകയായിരുന്നു കേരളത്തിലെ ആരോഗ്യമന്ത്രി, അന്നത്തെ ആരോഗ്യമന്ത്രി. ഇതിലും വലിയ നാണക്കേടുണ്ടാവും. ഏത് മേഖലയിലെ അഴിമതി നടക്കാം, നമ്മൾ ഒട്ടേറെ ചർച്ച ചെയ്ത വിഷയങ്ങളുണ്ട്. നിങ്ങൾ ഏറ്റവും ഒടുവിൽ പാലക്കാട് നോക്കൂ, അനുമതി നൽകിയിരിക്കുന്നു മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി കൊടുത്തിരിക്കുന്നു. ഒയാസിസ് എന്ന് പറയുന്ന മദ്യനിർമ്മാണ കമ്പനിക്ക് സംസ്ഥാനത്തെ മദ്യനയം തിരുത്തിക്കൊണ്ട് അനുമതി നൽകിയിരിക്കുന്നു. അങ്ങേയറ്റം കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശത്ത് പെപ്സിയെയും കൊക്കക്കോളയും കെട്ടുകെട്ടിച്ച ഒരു പ്രദേശത്ത് ജലമൂറ്റിന്റെ പേരിൽ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും അവിടുത്തെ ജനങ്ങൾ ആട്ടി ഓടിച്ച കമ്പനിക്ക് പാലക്കാട്ട് CPM പച്ച പരവരാനുവദിച്ച് അവിടെ അനുമതി കൊടുത്തിരിക്കുകയാണ്. ആരാജിന്റെ പുറകിൽ MP രാജേഷൻ പിണറായി വിജയൻ നഗ്നമായ നിയമലംഘനമാണ് നടന്നത്. മറ്റൊരു ഡിസ്റ്റിലറി ഗ്രൂപ്പ് അറിയാതെ ഒയാസിസ് എന്ന് പറയുന്ന ഏക ഡിസ്റ്റിലറി ഗ്രൂപ്പ്, അതും ഡൽഹി മദ്യക്കോഴ കേസിൽ ജയിലിൽ കിടന്ന ഒരാളുടെ കമ്പനിക്ക് പാലക്കാട് മദ്യം ഉണ്ടാക്കാൻ അനുമതി കൊടുത്തിരിക്കുന്നു. എല്ലാം നിയമവിരുദ്ധമായി. പ്രിയപ്പെട്ടവരെ, ഈ സംസ്ഥാനം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഭരണത്തിൽ എത്രയോ കാലം പുറകോട്ട് പോയിരിക്കുകയാണ്. എല്ലാ മേഖലയിലും പുറകോട്ട് പോയിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, കേരളത്തിന് നഷ്ടപ്പെട്ട വർഷങ്ങൾ തിരിച്ചു പിടിക്കുക എന്നതാണ് ഒരു ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്റെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. കേരളത്തെ പതിറ്റാണ്ടുകൾ പുറകോട്ടടിക്കുന്നതിൽ പിണറായി വിജയൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ കേരളത്തെ നോക്കി കൊഞ്ഞനം കിട്ടുകയാണ് എന്റെ പഴയ പാർട്ടിക്കാർ, BJP-ക്കാർ. ഒരു കേന്ദ്രമന്ത്രി പറയുന്നത് കേരളം പിന്നോക്ക പ്രദേശമാണെന്ന് അരപ്പായ കടലാസിൽ ഇങ്ങോട്ട് എഴുതിക്കൊണ്ടതാണ്, എന്നാൽ കേരളത്തിന് സഹായം നൽകാണ്. ജോർജ് കുര്യന്റെ തറവാട്ട് മുതൽ നിന്നല്ലല്ലോ കേരളം പണം ചോദിച്ചത്. ഞാനും നിങ്ങളുമടക്കമുള്ള മലയാളികൾ നികുതി കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് അർഹിക്കുന്ന വീതം ചോദിക്കുമ്പോ BJP-ക്കാരൻ കേരളത്തെ നോക്കി കൊഞ്ഞനം കുത്തിക്കളിക്കുന്നു, കേരളത്തെ നോക്കി ആക്ഷേപിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, BJP-ക്കാരാ, ആന്ധ്രാപ്രദേശിൽ പോയിട്ട് ചന്ദ്രബാബു നായിഡുവിനോട് പോയിട്ട് നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ ഒരു അരപ്പായ കടലാസിൽ തെളിവിന്റെ അപേക്ഷ എഴുതിട്ട എന്ന് പറയാൻ ആർജവം ഉണ്ടാകുമോ നരേന്ദ്രമോദി?
ബീഹാറിൽ പോയി നിതീഷ് കുമാറിനോട് നിങ്ങൾ പിന്നോക്ക പ്രദേശമാണെന്ന് എഴുതി തന്നാൽ മാത്രമേ സഹായം നൽകാൻ കഴിയൂ എന്ന് പറയാൻ ആർജവം ഉണ്ടാകുമോ നരേന്ദ്രമോദി? അപ്പൊ നിങ്ങളുടെ രാഷ്ട്രീയ സൗകര്യത്തിന് വേണ്ടി നിങ്ങളുടെ സർക്കാരിനെ താങ്ങി നിർത്തുന്ന ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും അവരുടെ സംസ്ഥാനങ്ങൾക്ക് ആവോളം നൽകുന്ന നിങ്ങൾ ഈ രാജ്യത്തിന്റെ നികുതി സമ്പദ്ഘടനയിലേക്ക് കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്യുന്ന മലയാളികളെ നിങ്ങൾ ആക്ഷേപിക്കുന്നു. കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്യുന്ന മലയാളികളെ നിങ്ങൾ ആക്ഷേപിക്കുന്നു, അവഹേളിക്കുന്നു. എന്നിട്ട് നിങ്ങളാണോ കേരളത്തിലെ സാമ്പത്തിക വ്യവസ്ഥയെ രക്ഷപ്പെടുത്തുമെന്ന് പറയുന്നത്? മോദി എന്ന് വന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറയുന്നത്? മറ്റൊരു കേന്ദ്രമന്ത്രി അദ്ദേഹം വേറെ ചില കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഗോത്രവർഗങ്ങളെ ഭരിക്കാൻ കുലമഹിമയുടെ ആളുകൾ പെടുന്നു. ഗോത്രവർഗങ്ങളെ ഭരിക്കാൻ കുലമഹിമയുടെ ആളുകൾ. ഇത് ഏത് കാലത്ത് മന്ത്രിയാവണം? സ്വാതന്ത്ര്യം കിട്ടി 15 വർഷം കഴിഞ്ഞു. ഈ രാജ്യം ഭരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ആ ഭരണഘടനയിൽ എവിടെയും ഒരു പുരവും പറഞ്ഞിട്ടില്ല. ഈ ഭരണഘടനയിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ ഒരൊറ്റ കുലമേ ഉള്ളൂ. ആ കുലത്തിന്റെ പേര് ഇന്ത്യൻ പൗരൻ എന്നാണ്. അതിൽ ഒരു മതത്തിന്റെയും ജാതിയുടെയും ഒരു വേദനയും ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടില്ല. അവിടെയാണ് ഭരണഘടനയോട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി പറയുന്നത് കുലമഹിമയുള്ളയാൾ, ഉന്നത കുലജാതൻ. ഉന്നത കുലജാതൻ പട്ടികജാതിക്കാരെയും ഗോത്രവർഗക്കാരെയും ഭരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആദ്യം പട്ടികജാതി മോർച്ചയിലും പട്ടികവർഗ മോർച്ചയിലൊക്കെ ഈ ഉന്നത കുലജാതന്മാരെ പ്രസിഡന്റ് സെക്രട്ടറി ആക്കിയിട്ട് പോരെ എന്നിട്ട് മന്ത്രിമാരെ അങ്ങനെയാക്കുന്നത്? അതിന് കഴിയും. ആ പാർട്ടിക്ക് അങ്ങനെ നടപ്പാക്കാൻ കഴിയും. RSSന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ ഈ പറയുന്ന ഉന്നത കുലജാതർ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അവിടെ ഇരിക്കുന്ന സമയത്ത് ആ ഉന്നത കുലജാത സമിതിയുടെ ഓർമ്മകളുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം മന്ത്രിസഭയിലും അങ്ങനെ വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, ആ മന്ത്രിസഭ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മന്ത്രിസഭയാണ്, അല്ലാതെ RSSന്റെ കാര്യകാരിയല്ല എന്ന ഓർമ്മ നിങ്ങൾക്ക് വേണം. അവിടെ നിങ്ങൾ വെച്ചത് സാമൂഹിക നീതി ഈ രാജ്യത്ത് ഉറപ്പുവരുത്താനാണ് ഇന്ത്യയിൽ ഒരു ഭരണഘടനയുള്ളത്. ആ ഭരണഘടന ഇന്ത്യക്ക് സമ്മാനിച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് മറക്കരുത്. ആ ഭരണഘടനയിൽ തൊട്ടുകളിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ ബിജെപിയിലായിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഈ 42ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് അടിയന്തരാവസ്ഥ കാലത്ത് അതിൽ മതേതരത്വവും സോഷ്യലിസവും ഇന്ദിരാഗാന്ധി ഉൾപ്പെടുത്തുകയായിരുന്നു. അത് തെറ്റാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഏറെക്കാലം ഞങ്ങൾ പറഞ്ഞതാണ്. എനിക്കൊരു ഭാഗ്യമുണ്ട്. നവംബർ 16-ാം തീയതി ഞാൻ കോൺഗ്രസ് ചേർന്നു. നവംബർ 26-ാം തീയതി സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു. സുപ്രീം കോടതി വിധി എന്താ? 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ദിരാഗാന്ധി നടത്തിയ അമെന്റ്മെന്റ് ശരിയാണ് എന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി വിധിച്ചു. സുബ്രഹ്മണ്യം സ്വാമി കേസിൽ പോയിട്ട് എന്താ ഉണ്ടായത്? സുബ്രഹ്മണ്യം സ്വാമിയുടെ അപ്പീൽ എടുത്ത്, സുബ്രഹ്മണ്യ സ്വാമിയുടെ അപേക്ഷ എടുത്ത് കോടതി, സുപ്രീം കോടതി ചവറ്റുകൊട്ടേണ്ടത്. എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയാണ് മതേതരത്വം എന്ന് പറയുന്നത്. അതൊരിക്കലും ഇന്ത്യൻ ഭരണഘടന എടുത്തു മാറ്റാൻ സാധിക്കുന്നതല്ല. ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടും മതേതരത്വത്തെ ഇനി ഇന്ത്യൻ ഭരണഘടന 300 ഉണ്ടായില്ല, 240 നിൽക്കുക. 240 ഒരു സംശയം കൊണ്ട് അടുത്ത ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ 240 ഉണ്ടാവില്ല. അവിടെ നിന്നും താഴേക്ക് പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന ഒരു ദൂരം അത് അനധിവിദൂരമല്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹത്തിന്റെ, പരസ്പരവർത്തിത്വത്തിന്റെ, മതസാഹോദര്യത്തിന്റെ പഴയ നാളുകളിലേക്ക് നമ്മുടെ രാജ്യം തിരിച്ചു പോകുക തന്നെ ചെയ്യും. 56 ഇഞ്ച് ഭീരുവിന്റെ ഭീരുത്വം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. പ്രസംഗിക്കുമ്പോൾ 56 ഇഞ്ച് പറയുന്ന മൈ ഫ്രണ്ട് ഉണ്ടല്ലോ, അല്ലേ? 56 ഇഞ്ച് പറയുന്ന പ്രധാനമന്ത്രിയുടെ മൈ ഫ്രണ്ട് എന്താ ചെയ്തത്? പാവപ്പെട്ട ഇന്ത്യക്കാരൻ അമേരിക്കയിൽ തൊഴിൽ പോയപ്പോ അവൻ അനധികൃതമായി കുടിയേറിയതെന്ന് പറഞ്ഞ് ഇന്ത്യയെ അപമാനിച്ചുകൊണ്ട് അവന്റെ കൈകളിലും കാലുകളിലും വിലങ്ങണിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് സൈനിക വിമാനത്തിൽ കൊണ്ടുവന്ന് തള്ളിയിട്ട കാഴ്ച കണ്ടില്ലേ? നമ്മുടെ പൗരന്മാരെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത്
പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി 7-ാം കപ്പൽപ്പട അയച്ച അമേരിക്കയ്ക്ക് നേരെ അന്നത്തെ കാലത്ത് മുഖത്തോട് മുഖം നോക്കി കണ്ണിൽ നോക്കി മറുപടി പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രിയുടെ പേരാണ് ഇന്ദിരാഗാന്ധി. നിക്സൺ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് 7-ാം കപ്പൽപ്പടയെ ഇങ്ങോട്ട് അയച്ചപ്പോ ഒട്ടും പതറാതെ സധൈര്യം ആ യുദ്ധവുമായി മുന്നോട്ട് പോയി പാകിസ്ഥാനെ അടിയറവുറപ്പിക്കുക മാത്രമല്ല പാകിസ്ഥാനെ കഷ്ണമാക്കി 2 ഖണ്ഡമാക്കി മുറിച്ച് ഒന്ന് ബംഗ്ലാദേശാക്കി മാറ്റി. 96,000 പാകിസ്ഥാൻ ഭടന്മാരെ പിടികൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇന്ത്യയിൽ അവരെ യുദ്ധ തടവുകാരാക്കി മാറ്റി. നിങ്ങൾക്കറിയുമോ 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയ ഒരേ ഒരു യുദ്ധമേ ഈ ലോകത്തുണ്ടായിട്ടുള്ളൂ. അത് ഇന്ദിരാഗാന്ധി നയിച്ച 1971 ബംഗ്ലാദേശ് യുദ്ധമാണ്. അന്ന് അമേരിക്കയെ നേരിടാൻ ചങ്കുറ്റുണ്ടായിരുന്നെങ്കിൽ എന്റെ ഇങ്ങനെ മൈ ഫ്രണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നേരിടാൻ പറ്റാതെ മൈ ഫ്രണ്ടിന്റെ കാര്യം പോട്ടെ, തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിനെ പോലെ ഒരു രാജ്യം ഇന്ത്യയുടെ 10-1 വലിപ്പമില്ലാത്ത നിസ്സാരക്കാരായ ദരിദ്രരായിട്ടുള്ള ഒരു രാജ്യം അപ്പുറത്തുനിന്ന് കണ്ടെടുക്കുന്നുണ്ട്. അപ്പുറത്ത് വലിയ തോതിലുള്ള കലാപം നടക്കുന്നുണ്ട്. എന്റെ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാൻ, അവിടെ വേട്ടയാടപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ എന്റെ ഇന്ത്യയുടെ ഭരണാധികാരിക്ക് നട്ടല്ലാതെ പോയി? എന്തുകൊണ്ട് അവിടുത്തെ അതിക്രമം നടക്കുന്ന സമയത്ത് ഇടപെടാൻ ഇന്ത്യക്ക് കഴിയാതെ പോകുന്നു? 71 സമാനമായ സാഹചര്യം ഉണ്ടായപ്പോഴല്ലേ ഇന്ദിരാഗാന്ധി ഇടപെട്ടത്? എന്റെ ഇന്ന് ഈ 56 നെഞ്ചളവുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ബംഗ്ലാദേശ് പോലെയുള്ള ഒരു ദരിദ്ര രാഷ്ട്രത്തെ പോലും നിലനിർത്താൻ കഴിയില്ല? ബംഗ്ലാദേശ് കൊണ്ട് തൊട്ടപ്പുറത്ത് മാലിദ്വീപ്സ്, കണ്ണൂർ ജില്ലയുടെ വലിപ്പമില്ലാത്ത രാജ്യം, ഈ മട്ടന്നൂരിന്റെ അത്ര വലിപ്പമുള്ള ഒരു രാജ്യം. ആ മാലിദ്വീപ്സ് പോലും ഇന്ത്യയെ തള്ളിപ്പറഞ്ഞത്, ശ്രീലങ്ക ഇന്ത്യയെ തള്ളിപ്പറഞ്ഞത്. നമ്മുടെ ഏത് അയൽരാജ്യങ്ങളാണ് ഇന്ത്യയെ തള്ളിപ്പറയാറ്? ഇതായിരുന്നു ഇന്ത്യയുടെ ലോകനയം എന്ന് പറയുന്നത്. വിദേശത്ത് ഇന്ത്യയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, വിദേശ രാജ്യങ്ങളൊക്കെ ഇന്ത്യയോടുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇതായിരുന്നു. ലോകം മുഴുവൻ ഇവരെ ആദരിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ത്യയുടെ വാക്കുകൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങൾ കാതോർത്തുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനടക്കമുള്ള BJP-ക്കാരൊക്കെ പരിഹരിച്ചൊരു പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. ബഹുമാനായ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് അമേരിക്കയുമായി ന്യൂക്ലിയർ ഡീൽ ഇന്ത്യ ഒപ്പിടുന്നത്. നോക്കൂ, ന്യൂക്ലിയർ ഡീൽ പോലെ തന്ത്രപ്രധാനമായ ഒരു കരാർ അമേരിക്കയെ ഇന്ത്യ വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് ഒരു കരാർ ഒപ്പിടാൻ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ നിഷ്കാമകർമ്മിയായിട്ടുള്ള, സാത്വികനായിട്ടുള്ള, അമിതമായിട്ടുള്ള പ്രകടന പരിധിയൊന്നുമില്ലാത്ത, എന്നാൽ വളരെ വളരെ നിശബ്ദമായിട്ട് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യന് സാധിച്ചെങ്കിൽ, ഒരു ജെന്റിൽമാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചെങ്കിൽ, എന്തേ നരേന്ദ്രമോദിക്ക് ഇപ്പോ അമേരിക്കയെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നു? അമേരിക്കയുടെ സൈനിക വിമാനം ഇന്ത്യയുടെ എയർ സ്പേസ് ക്രോസ് ചെയ്ത് ആണ് അമൃത്സറിൽ കൊണ്ടുവന്ന് ഈ ഇന്ത്യൻ പൗരന്മാരെ തട്ടുന്നത്. ഇന്ത്യയുടെ എയർ സ്പേസിലൂടെ ഇന്ത്യൻ പൗരന്മാരെ കൈകളിലും കാലുകളിലും ചങ്ങലയിട്ട് ബന്ധിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അത് തടയാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ ആകാശത്ത്, നമ്മുടെ എയർപോർട്ടിലാണ് നമ്മുടെ പൗരന്മാരെ കൈയും കാലും കെട്ടിയിട്ട് അമേരിക്ക കൊണ്ടുവന്ന് പറയുന്നത്. എന്തേ തടയാൻ കഴിയാതെ പോകും? എന്നിട്ട് പാർലമെന്റിനകത്ത് വിദേശകാര്യമന്ത്രി ജയശങ്കർ നാണമില്ലാതെ ന്യായീകരിക്കുകയാണ്, അത് അമേരിക്കയുടെ രീതിയാണ് പോലും. അമേരിക്കയുടെ രീതി അമേരിക്കയിൽ വെച്ചാൽ മതി എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. ഇത് 140 കോടി ജനങ്ങളുടെ രാജ്യമാണ്. ഇന്ത്യ അത്ര ചെറിയ രാജ്യമൊന്നുമല്ല. 24 മണിക്കൂർ നെഹ്റുവിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നെഹ്റു മുന്നോട്ട് വെച്ചിട്ടുള്ള ചേരി ചേരാ നയം, ആ ചേരി ചേരാ നയം ഇന്നും പ്രശസ്തമാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏതെങ്കിലും ഒരു പക്ഷത്ത് പോയി നിന്നാൽ സംഭവിക്കാവുന്ന അപകടമാണ്. നിഷ്പക്ഷമായി നിൽക്കാൻ ചേരി ചേരാ നയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കാലത്ത് ഇന്ത്യക്ക് ഉണ്ടായിരുന്ന സ്വീകാര്യത ഇന്നുണ്ടോ? അത് മുഴുവൻ തകർത്തെറിഞ്ഞിരിക്കുന്നു, നശിപ്പിച്ചിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ.